ഒരുപാട് ആരാധന ആചാര അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. മുസ്ലിങ്ങൾ എന്നിൽ കാണുന്ന രൂപത്തിൽ ഭിന്നിച്ച് കക്ഷികളായി ഗ്രൂപ്പുകളായി ഉപഗ്രൂപ്പുകളായി മാറാൻ കാരണം അതിൻ്റെ ഏറിയ പങ്കും നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. സമുദായം ഏറ്റവും പുണ്യമായി കണ്ട നമസ്കാരമാണ് ആ ഒരു ഗ്രൂപ്പ് വഴക്കിന് കക്ഷിത്വത്തിന് കാരണമായി. നല്ലോണം ശ്രദ്ധിക്കണം. എന്താ കാരണം? ഇവിടുത്തെ കേരളത്തിലെ അവസ്ഥ നമുക്കറിയാം. അവിടുത്തെ അവസ്ഥ വെച്ച് പറയുമ്പോഴേ നമുക്ക് കാര്യം വേഗം മനസ്സിലാക്കുക. സകല അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സ്വീകരിച്ചുകൊണ്ട് മതവിശ്വാസികളായി മുസ്ലിങ്ങളായി ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇവിടുത്തെ ഈ കേരളത്തിൽ നേരത്തെ ഉണ്ടായിരുന്നത്. എല്ലാവരും മുസ്ലിങ്ങൾ, മുസ്ലിം സമുദായക്കാരൊക്കെ മുസ്ലിങ്ങൾ. അവരുടെ കൂട്ടത്തിൽ കക്ഷികളില്ല, ഗ്രൂപ്പുകളില്ല. 1921 കേരള മുസ്ലിം ഐക്യ സംഘം എന്ന പേരിൽ യശസ്വരീനായ മൊയ്തു മൗലവി അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ ഒരു സംഘം രൂപീകരിക്കപ്പെടുകയുണ്ടായി. 1921 കേരള മുസ്ലിങ്ങളിൽ ഉള്ള അന്ധവിശ്വാസങ്ങളെ ഇല്ലാതാക്കുക, മുസ്ലിങ്ങൾ തമ്മിലുള്ള വഴക്കുകളും വക്കാണങ്ങളും മഹല്ലടിസ്ഥാനത്തിൽ തീർക്കുക, കക്ഷിത്വങ്ങളും ഭിന്നിപ്പുകളും ഇല്ലായ്മ ചെയ്യുക എന്ന നല്ല ഉദ്ദേശത്തോടു കൂടി കേരള മുസ്ലിം ഐക്യ സംഘം എന്ന സംഘം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ ഒരു സംഘടന രൂപീകരിക്കപ്പെട്ടു. ആ സംഘടന രൂപീകരിക്കുമ്പോൾ പിന്നീട് സമസ്തയുടെ നേതാവായി മാറിയ വാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഈ യോഗം കഴിഞ്ഞതിന് ശേഷം അയാൾ ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അല്ലാതെ ഈ സംഘടനയുടെ ലക്ഷ്യം മഹത്തരമാണ്, അതുകൊണ്ട് ഈ സംഘത്തെ നീ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തേണമേ എന്ന് ആത്മാർത്ഥമായി ആ വാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ പ്രാർത്ഥിച്ചു. പക്ഷേ ഒരല്പം പ്രവർത്തനം ഇങ്ങനെ തുടങ്ങിയപ്പോൾ ഈ മുസ്ലിം അടക്കമുള്ളവർക്ക് മനസ്സിലായി ഇത് മുസ്ലിംമാരുടെ വയറ്റത്തെടുക്കുന്ന പാർട്ടിയാണ്. കാരണം സമുദായത്തിൽ വേറുറച്ചു പോയ മൂടുറച്ചു പോയ അന്ധവിശ്വാസങ്ങളെ നേരിടുക എന്നത് ഈ ഇപ്പോൾ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. സാമുദായിക കക്ഷിവഴക്കുകൾ തീർക്കുക എന്നത് മറ്റൊരു ലക്ഷ്യമാണ്. അന്ധവിശ്വാസങ്ങളെ നിഷ്കാസനം ചെയ്യാൻ വേണ്ടി ആവുന്നത് ചെയ്യുക എന്നത് അതിന്റെ പ്രധാന ഘടകമാണ്. ഇങ്ങനെ പോയാൽ മുസ്ലിംകളിൽ അന്ധവിശ്വാസം അടക്കിത്തുറപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമായി മനസ്സിലായ പുരോഹിതന്മാർ അതിൽ നിന്ന് കരുമാറി. 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടന എന്ന് പറയുന്ന നിലവിലുള്ള സമസ്ത രൂപീകരിക്കപ്പെട്ടു. സമസ്തയുടെ ലക്ഷ്യം മുസ്ലിംകളെ 4 ഒരു മദ്ഹബിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിയിടുക, മുസ്ലിംകളെ സ്വതന്ത്ര ചിന്താഗതിക്കാരായി വിടാൻ സമ്മതിക്കാതിരിക്കുക, ഖുർആൻ പരിഭാഷ ഹറാമാണെന്ന് സ്ഥിരപ്പെടുത്തുക, ജുമാ ഖുതുബ പോലെയുള്ള സദസ്സുകൾ ജനങ്ങൾ സദസ്യർക്ക് മനസ്സിലാക്കേണ്ടതില്ല എന്ന് ഉറപ്പുവരുത്തുക. ഇങ്ങനെ ആരും പിന്തിരിപ്പൻ വഷളത്തരങ്ങളായ പ്രമേയങ്ങളാണ് ആ യോഗത്തിൽ പാസാക്കിയത്. ഞാൻ യാത്രയെക്കുറിച്ചാണ് പറയുന്നത്. ഖുർആനികമായ യാത്രയിൽ ഇത്തരം പല ചിന്താഗതിക്കാരുണ്ടാവും. പിന്നീട് അങ്ങനെ മാറി 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 വന്നു. ഒരുപാട് കാലം കേരളത്തിൽ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ പലരും മുട്ടുമടങ്ങി. ആയിടെയാണ് 1960കളിൽ അഥവാ ഏതാണ്ട് അരനൂറ്റാണ്ട് മുൻപ്, 50 വർഷങ്ങൾക്ക് മുൻപ് അബുൽ ഹസൻ മൗലവി അഥവാ ചേകനൂർ മൗലവി എന്ന പണ്ഡിതൻ രംഗത്ത് വരുന്നു. അദ്ദേഹം നിലവിലുള്ള പല ആചാരങ്ങളെയും അദ്ദേഹം ചോദ്യം ചെയ്തു.
അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് ചില ഘട്ടങ്ങളുണ്ട്. അതൊന്നും കൂടുതൽ ഞാനിവിടെ പറയേണ്ടതില്ല, നിങ്ങൾക്കറിയാം. അങ്ങനെ അദ്ദേഹത്തിന്റെ ഖുർആനിക ജൈത്രയാത്ര ആരംഭിച്ചപ്പോൾ സമുദായത്തിലെ സർവ്വവിധ മൂർഖൻ പാമ്പുകളും ഓരോന്നായി രംഗത്തിറങ്ങി. മൗലവി കത്തിവെച്ചത് നിലവിലുള്ള സമ്പ്രദായത്തിന്റെ അടിവേരിനായി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ മുസ്ലിങ്ങൾക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത അവരുടെ ഒരു വടവൃക്ഷമാണ് അബൂ ഹുറൈറ എന്നത്. അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്ത ഹദീസുകളാണ് ലോകത്തെമ്പാടും കൂടുതൽ കാണാൻ സാധിക്കുന്നത്. ആ മരത്തിന്റെ അടിവേരിനാണ് അദ്ദേഹം കത്തിവെച്ചത്. അതിന് കത്തിവെക്കുന്ന ആ തൊട്ട് സമയം വരെ എ.പി. അബ്ദുൽ ഖാദർ മൗലവിയെ പോലെ ആളുകൾ മൗലവിയുടെ കൂടെ നിന്നുകൊണ്ട് പറഞ്ഞു, മുന്നിൽ താങ്കൾ നിൽക്കണം, പിന്നിൽ ഞങ്ങൾ നിന്നുകൊള്ളാം എന്ന് ഇന്ന് KNMന്റെ സെക്രട്ടറിയായ സാക്ഷാൽ എ.പി. അബ്ദുൽ ഖാദർ മൗലവി അടക്കമുള്ളവർ അന്ന് പറഞ്ഞതാണ്. മരണം വരെ മടവൂർ ഗ്രൂപ്പിന്റെ പ്രസിഡന്റായിരുന്ന ടി അബ്ദുൽ അസീസ് മൗലവി ഭാഷാ കഴിവുള്ള, നല്ല അറബി സാഹിത്യം അറിഞ്ഞിരുന്ന കഴിവുള്ള ഒരു പണ്ഡിതനായിരുന്നു. വണ്ടൂർ സംവാദത്തിലൊക്കെ മൗലവിയുടെ കൂടെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ സമുദായത്തിൽ നിന്ന് എതിർപ്പുകളും കുത്തും പേടിച്ചുകൊണ്ട് മാറിച്ചയച്ചു. ഇങ്ങനെ അന്ന് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്നില്ല, ഇന്നലെ ഉണ്ടായിരുന്ന പലരും ഇന്നില്ല, ഇന്നുള്ള പലരും നാളെ ഉണ്ടാകില്ല. എന്താ കാരണം? ഈ യാത്രയുടെ ഒരു പവറാണ്. നമുക്കറിയാം, നമസ്കാരം അത് 5ആവട്ടെ 3ആവട്ടെ ഇസ്ലാമിന്റെ ഒരു പ്രധാന ഘടകമാണ് എന്ന് മനസ്സിലാക്കിയ ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ പലപ്പോഴും ഉണ്ടായിരുന്നു. അദ്ദേഹം അതിന്റെ പൾസ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് നമ്മിൽ പലർക്കും അറിയാം. നിലവിലുള്ള നമസ്കാരത്തിന്റെ പൾസ് എന്താണ് എന്ന് കൃത്യമായി അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട് ഖുർആനിലൂടെ. അപ്പോൾ ഈ യാത്ര മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ ചിന്തിക്കുകയും കാര്യങ്ങൾ ശരിയാവണ്ണം മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പക്കം ആളുകളുടെ കുത്തൊഴുക്ക് ഇതിലേക്കുണ്ടായിരിക്കാം. അതോടൊപ്പം കാര്യങ്ങളെ അപഗ്രഥിക്കാൻ സാധിക്കാത്ത ബുദ്ധിപരമോ അതല്ലെങ്കിൽ മാനസികപരമോ ഉള്ള ചില അസ്വസ്ഥതകളുള്ള ഇന്ന് വരെ നമ്മോട് കൂടെ ഉണ്ടായിരുന്ന പലർക്കും ഈ വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്യിച്ചുകൊണ്ട് നിർത്തി ഇറങ്ങിപ്പോകാൻ പലരും താല്പര്യം കാണിച്ചേക്കാം. ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നതാണ്. പക്ഷെ ഇവിടെയൊന്നും തളരാൻ നമുക്ക് സാധ്യമല്ല. ഖുർആനിന്റെ ആത്മാവ് എന്താണത്? റൂഹുൽ ഖുർആൻ. റൂഹാണ് ഇത്. റൂഹൻ മിൻ ഇൻദിനാ, നമ്മുടെ ഭാഗത്ത് നിന്നുള്ള റൂഹ് എന്ന് ഖുർആൻ പറഞ്ഞു. എന്താണത്? ഖുർആനിന്റെ ആത്മാവ്, ഖുർആനിന്റെ യഥാർത്ഥ ജീവൻ. ഈ ജീവൻ എന്താണ് എന്ന് ഖുർആൻ പല സ്ഥലങ്ങളിലും നമ്മോട് എന്താണെന്ന് ചിന്തിക്കാനും അത് ഏതാണെന്ന് ഉൾക്കൊള്ളാനും തെരഞ്ഞു പിടിക്കാനും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു പുറത്തുകൂടെ ഒരു തലോടൽ മാത്രമാണ് നമ്മൾ പലപ്പോഴും കണ്ടത്. പിന്നീട് ഇതാ ഖുർആൻ പരിഭാഷ ഇതാ ഇവിടെയുണ്ട്, അതൊന്ന് എടുത്തു നോക്കൂ നിങ്ങളെന്ന് ആരോടെങ്കിലും പറയാൻ നമുക്കിന്ന് പറ്റാത്ത അവസ്ഥയാണ് ഇന്നുള്ളത്. കാരണം ഖുർആനിന്റെ പരിഭാഷ ലോകം കണ്ടിട്ടില്ല, കാണാൻ പോകുന്നേ. അടിമുടി, അക്ഷരാർത്ഥത്തിൽ അടിമുടി അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. ഖുർആൻ പറയുന്ന സ്വലാത്ത് ചെയ്തിട്ടില്ലെങ്കിൽ നരകത്തിൽ കടക്കുമെന്ന് തീർച്ചയാണ്, ഒരു സംശയവും വേണ്ട. ഖുർആൻ പറഞ്ഞ സ്വലാത്ത് നിർവഹിച്ചിട്ടില്ലെങ്കിൽ നരകശിക്ഷ ഉറപ്പാണ്. നിലവിലുള്ള നമസ്കാരം നിർവഹിച്ചിട്ടില്ലെങ്കിൽ നരകത്തിൽ ഒരു കാരണവശാലും കടക്കുകയില്ല. മാ സലകകും ഫീ സഖർ, നിങ്ങളെ ഈ തീരാ നഷ്ടത്തിൽ പരാജയത്തിൽ എത്തിച്ച വസ്തുത എന്താണ്? നിങ്ങൾ പരാജയപ്പെടാൻ കാരണം എന്ത്? ഖാലു, അവരുടെ മറുപടി ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ സ്വലാത്തിന്റെ ആളുകളായിരുന്നില്ല. ഏത് സ്വലാത്ത്? ഖുർആനിക സ്വലാത്ത്. എന്താണ് ഖുർആനിക സ്വലാത്ത് എന്ന് 3 വാക്കുകൾ പിന്നീട് വ്യക്തമാക്കി തരും.
എന്താണ് ആ സ്വലാത്ത് ഖുർആനിന്റെ? വലം നകു നുത്ഇമുൽ മിസ്കീൻ വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ. എന്താണ് സ്വലാത്ത് എന്ന് മൂന്നെണ്ണം അവിടെ പറയാം. ലല്ലു, ഞങ്ങൾ ഈ തീരാ പാപികളായി നരകക്കുണ്ടിൽ പരാജയത്തിന്റെ ഈ ചളിക്കുണ്ടിൽ അകപ്പെടാൻ കാരണം ലന്നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ സ്വലാത്തിന്റെ ആളുകളായിരുന്നില്ല. അഥവാ വലം നകു നുത്ഇമുൽ മിസ്കീൻ, ആഹാരം ആവശ്യമുള്ള ആളുകൾക്ക് ഞങ്ങൾ ആഹാരം നൽകാറില്ല, പാവങ്ങളെ ഞങ്ങൾ തിരിഞ്ഞു നോക്കാറില്ല. ഒഴുക്കിനനുസരിച്ച് ഒഴുകുന്നവരായിരുന്നു ഞങ്ങൾ. ഒഴുക്കിനെതിരെ പ്രതികരിക്കാൻ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. നന്മയും തിന്മയും വ്യക്തമായി വിവരിക്കപ്പെടുന്ന ആ ഒരു ഘട്ടത്തെ, ആ ഒരു സന്ദർഭത്തെ ഞങ്ങൾ പരസ്യമായി വിവരിച്ചിരുന്നു. മനുഷ്യൻ നന്മയിൽ മുന്നേറാൻ, തിന്മയിൽ നിന്ന് പിന്മാറാൻ ഈ ഒരു ബോധം ഉണ്ടാകണം എന്ന് ഖുർആൻ പറഞ്ഞു. പക്ഷേ അങ്ങനത്തെ ഒരു ചോദ്യത്തെക്കുറിച്ചും ഒരു വിചാരണയെക്കുറിച്ചും ഒരു തീരുമാനത്തെക്കുറിച്ചും ഞങ്ങൾക്ക് യാതൊരു ബോധവുമില്ല, ബോധ്യവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ധിക്കരിച്ചു. അങ്ങനെ ധിക്കരിച്ചതിന്റെ ഫലമാണ് ഞങ്ങൾ ഇവിടെ അകപ്പെടാൻ കാരണം. വല്ലദീന യുമസ്സികൂന ബിൽ കിതാബ്, വേദഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങളെ മുറുകെ പിടിക്കുകയും, നമുക്കറിയാം ഖുർആൻ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഉണർവിലും ഉറക്കത്തിലും ഖുർആനിനെ നെഞ്ചോടടക്കി പിടിക്കലാണ് എന്നാരും മനസ്സിലാക്കുകയില്ല. പിന്നെന്താണത്? ആദർശം മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആദർശം ഒരു കഷ്ടം കണ്ണാസിൽ കെട്ടിത്തൂക്കി കഴുത്തിൽ കെട്ടലാണ്, അല്ലെങ്കിൽ പോക്കറ്റിൽ വെക്കലാണ്. അതല്ല, ഏത് പ്രബോധനപരമായ ഘട്ടത്തിലും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും തന്റെ ആദർശം പണയം വെക്കാതിരിക്കുക എന്നതാണ്. ഇതേപോലെ വല്ലദീന യുമസ്സികൂന ബിൽ കിതാബ്, വേദഗ്രന്ഥത്തിലെ വ്യക്തമായ ആദർശങ്ങൾ മുറുകെ പിടിക്കുകയും വാഖാമുസ്വലാത്ത, സ്വലാത്ത് കൃത്യമായി നിർവഹിക്കുകയും ചെയ്യുന്നവർ ആരോ, ഇന്നല്ലാഹ ലാ നുദീഉ അജ്റൽ മുസ്ലിഹീൻ, അത്തരം ഇസ്ലാഹ് നടത്തുന്ന ആളുകളെ, അത്തരം പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നവരുടെ പ്രതിഫലം നാം പാഴാക്കി കളയുകയില്ല. അസ്ലഹ യുസ്ലിഹു ഇസ്ലാഹ്, വേദഗ്രന്ഥങ്ങളിലെ ആദർശം വ്യക്തമായി മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അത് പ്രചരിപ്പിക്കുകയും, അതാണ് സ്വലാത്ത്, അതാണ് ഇഖാമത്തു സ്വലാത്ത്. ഇത്തരം പരിഷ്കരണവാദികളെ, പരിഷ്കരണ പ്രവർത്തകരെ നാം പാഴാക്കുകയില്ല. അവരുടെ പ്രതിഫലം ഒരണു അളവ് കുറവ് വരുത്താതെ അവർക്ക് നാം നൽകും. ഖുർആനാ പറയുന്നത്. ഇങ്ങനെ ഉടനീളം നിങ്ങൾ എന്താണ് സ്വലാത്ത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ഇനിയും ഒരുപാട് ഭാഗങ്ങൾ പറയേണ്ടത്. വലാ തത്തഖിദു അല്ലദീന തഖദൂ ദീനക്കും ലഹുവൻ വലഇബൻ, നിങ്ങളുടെ ദീനിനെ ലഹുവൻ ഔ ലഇബൻ, കളിയും തമാശയുമായി സ്വീകരിക്കുന്നവരെ നിങ്ങൾ മിത്രമാക്കാൻ പാടില്ല. മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബലിക്കും വൽ കുഫാറ ഔലിയാഅ, വളരെ ശ്രദ്ധിക്കണേ. ആരെ? ജൂത ക്രൈസ്തവരെ മിത്രങ്ങളാക്കാൻ പാടില്ല എന്ന് ഖുർആനിൽ ഉണ്ട് എന്നൊരു ധാരണ മുസ്ലിങ്ങളിൽ പലർക്കുണ്ട്. എങ്ങനെ? ജൂത ക്രൈസ്തവരെ നിങ്ങൾ മിത്രങ്ങളാക്കാൻ പാടില്ല, അവരെ നിങ്ങൾ എന്നും ശത്രുക്കളായി കാണാൻ പാടുള്ളൂ എന്ന ഒരു ധാരണ ഖുർആനിലുണ്ട് എന്ന ഒരു ധാരണ പലർക്കും. ഇങ്ങനൊരു വാക്ക് ഖുർആനില്ല. പിന്നെ എന്താ വാക്കുള്ളത്?
വലാ തത്തഖിദു അല്ലദീന തഖദു ദീനക്കും ലഹുവൻ ഔ ലഇബൻ മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബലിക്കും വൽ കുഫാര ഔലിയാ. എന്തായി പറഞ്ഞത്? നിങ്ങൾക്ക് മുൻപ് വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടുള്ളവർ ആരോ, അവർ ജൂതരോ ക്രൈസ്തവരോ സ്വാതിയോ ആരാവട്ടെ, അവരുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങളുടെ ആദർശത്തെ ഒരു ലഘുവും ഒരു ലഹവും കേവലം കളിയും തമാശയുമായി അർഹമായ വില അതിന് നൽകാത്ത ആളുകളെ നിങ്ങൾ മിത്രമായി സ്വീകരിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അല്ലാതെ ജൂത ക്രൈസ്തവരെ മൊത്തത്തിൽ നിങ്ങൾ ബിസിനസ്സിൽ പങ്കാളിയാക്കാൻ പാടില്ലെന്നോ, വീട്ടിലേക്ക് ക്ഷണിക്കാൻ പാടില്ലെന്നോ, അവരുമായി ഭക്ഷണം കഴിക്കാൻ പാടില്ലെന്നോ, സൗഹൃദത്തിൽ കഴിയാൻ പാടില്ലെന്നോ ഉള്ള ഒരു സൂചന പോലും ഖുർആനിലില്ല. ഇത് സ്വന്തം മാതാപിതാക്കളെ പോലും സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ജൂതന്മാരും ക്രൈസ്തവരും പോകട്ടെ, നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ മിത്രങ്ങളായി സ്വീകരിക്കാൻ പാടില്ല. എപ്പോൾ? ഇനിസ്തഹബ്ബുൽ കുഫ്ര, അവർ നിഷേധത്തെയാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ. അപ്പോൾ ആദർശം എന്നത് സ്വന്തം മക്കളാകട്ടെ, ഭാര്യമാരാകട്ടെ, ഭർത്താക്കളാകട്ടെ, മാതാപിതാക്കളാകട്ടെ, ആദർശത്തിന് അവർ കത്തിവെക്കുമെങ്കിൽ മാനുഷികമായ പല മൂല്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടവരുമായി ജീവിക്കാം. പക്ഷേ ആദർശം കൈവിടാൻ പാടില്ല. ഇത് വലിയ ഒരു സംഭവമാണ്. എന്താണ് ഈ ആദർശം? ഇത് തന്നെയാണ് ദീന്. ഈ ദീന് നിലനിർത്തലാണ് സ്വലാത്ത്. പിന്നെ അതിന്റെ തൊട്ട് താഴെയായിട്ട് എന്താണല്ലോ, വൈദാ നാദയിത്തും മിലസ്വലാത്തി ഇത്തഖദൂഹ ഹുസുവൻ വലഇബൻ. നിങ്ങൾ ഈ ജൂത ക്രൈസ്തവരെ സ്വലാത്തിലേക്ക് നിങ്ങൾ വിളിച്ചാൽ അവരെ നമ്മൾ വിളിക്കോ? നമ്മളെ സ്വലാത്തിലേക്ക്, നിലവിലുള്ള സ്വലാത്തിലേക്ക് നാം അവരെ വിളിക്കോ? ഇല്ല. ഉറപ്പല്ലേ? നിലവിലുള്ള സ്വലാത്തിലേക്ക് നാം അവരെ വിളിക്കാറുണ്ടോ? വിളിക്കാറില്ല. ഇല്ല, വിളിക്കാറില്ല. ഇത്തഖദൂഹ ഹുസുവൻ വലഇബൻ, അതിനെ അവർ കളിയും തമാശയുമായിട്ട് കണക്കാക്കുന്ന നമ്മുടെ ഒരു നമസ്കാരം ഈ ചരിത്രത്തിൽ ജൂതനോ ക്രൈസ്തവനോ കളിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മളുടെ ദേഷ്യം ഉണ്ടാവും, പക്ഷെ നമ്മുടെ സ്വലാത്തിനോട് അവർക്ക് ബഹുമാനം ഉണ്ടാവും. ഏത് സ്വലാത്ത്? ഏത് സ്വലാത്ത്? നിലവിലുള്ള സ്വലാത്ത്. കയ്യും കാലും മുഖവും കഴുകിയിട്ട് ഒരു ഭാഗത്തേക്ക് കുമ്പിട്ട് നിന്ന് റുക്കുവും സുജൂദും ചെയ്യുന്ന ആ സ്വലാത്തിനോട് അവർക്ക് സ്നേഹമേ ഉള്ളൂ, ആദരവും ബഹുമാനമേ ഉള്ളൂ. പക്ഷേ ഖുർആൻ പറയുന്ന സ്വലാത്തിലേക്ക് അവരെ ക്ഷണിച്ചാൽ അവർ നിങ്ങളെ പരിഹസിക്കും എന്നാണ് പറയുന്നത്. ഖുർആൻ പറയുന്ന സ്വലാത്തിലേക്ക് നിങ്ങൾ അവരെ ക്ഷണിച്ചാൽ നിങ്ങളെ അവർ പരിഹസിക്കും, നിങ്ങളെ അവർ കളിയാക്കും എന്നാണ് ആ സ്വലാത്ത്. ആ സ്വലാത്ത് ഈ പ്രപഞ്ചത്തിൽ കുറ്റമറ്റ ഒരു ദർശനം ദൈവത്തിൻ്റെതാണ്, അല്ലാഹുവിൻ്റെതാണ്. അവരുടെ കലിമത്ത് ലാ മുബദ്ദില ലികലിമാതിഹി, അവന്റെ വചനങ്ങൾക്ക് മാറ്റമേതുമില്ല, മാറ്റങ്ങൾക്ക് വിധേയമല്ല ദൈവിക വചനങ്ങൾ. നമ്മൾ ഖുർആൻ എടുത്തു നോക്കിയാൽ പരിഭാഷകളിൽ കാണുന്നത് എന്താണെന്നറിയോ? മാറ്റങ്ങളുടെ ഘോഷയാത്രയാണ്. മാറ്റങ്ങൾ അത് പിന്നീട് മാറ്റി. എന്റെ കാര്യം അന്ന് അന്നാക്കിയ വിവരം കുറവായിരുന്നു. പിന്നീട് വിവരം വന്നപ്പോൾ കുറച്ചൊക്കെ പള്ളി കഴിച്ച് പോയി പഠിച്ചപ്പോൾ കുറച്ചുകൂടി വിവരമായി. അപ്പം എന്തായി മാറ്റി? നസ്ഖ് എന്ന് അതിന് പറയാം. സാങ്കേതിക ഭാഷയിൽ നസ്ഖ് മാറ്റിയിട്ട് ഒരുപാട് അശാസ്ത്രീയതകൾ, ഒരുപാട് കാര്യങ്ങൾ, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ മനുഷ്യരിൽ ആകെ അടിച്ചു തകർന്നു. അപ്പോൾ ജൂത ക്രൈസ്തവർ കളിയാക്കുന്ന ഏക സ്വലാത്ത് ദൈവിക വ്യവസ്ഥ നിലവിൽ വരുത്തുക എന്ന സ്വലാത്താണ്. മുഹമ്മദ് നബിയോട് 4:101 102 പറഞ്ഞു, وَإِذَا كُنْتَ فِيهِمْ فَأَقَمْتَ لَهُمُ الصَّلَاةَ فَلْتَكُنْ طَائِفَةٌ مِّنْهُمْ مَعَكَ وَلْيُصَلُّوا. ഓ പ്രവാചക, താങ്കൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയും അവർക്ക് വേണ്ടി ഒരു സ്വലാത്ത് താങ്കൾ സംഘടിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു വിഭാഗം ആളുകൾ താങ്കളുടെ കൂടെ നിൽക്കട്ടെ എന്നാ പറഞ്ഞു. നിൽക്കട്ടെ എന്നല്ല. അതോ ശ്രദ്ധിക്കണം, പടച്ചവന്റെ അക്ഷരം പോലും ക്ലിപ്തമാണ്. അക്ഷരം
വല്ലതും എത്തിക്കഴിഞ്ഞാൽ പ്രശ്നമായി പോകും, ഭയങ്കര പ്രശ്നമായി പോകും. അപ്പോൾ താങ്കൾ അവർക്ക് വേണ്ടി സ്വലാത്ത്, എന്താണ് സ്വലാത്ത്? മുഹമ്മദ് നബി ആ സ്വലാത്ത് നിർവഹിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെയുള്ള വിശ്വാസികൾ മുഴുവനും സന്തോഷിക്കും. അലൈഹിം, ഓ പ്രവാചക, അവർക്ക് വേണ്ടി താങ്കൾ സ്വലാത്ത് നിർവഹിക്കണം. ഇന്ന സ്വലാത്തക സക്കനുൽ ലഹും, നിശ്ചയം താങ്കളുടെ സ്വലാത്ത് അവർക്ക് ആശ്വാസമേകുന്നതാണ്. എന്താണ് ആ സ്വലാത്ത്? മുഹമ്മദ് നബി എവിടെയെങ്കിലും റുക്കൂ സുജൂദ് ചെയ്യുകയാണോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും നിന്നിട്ട് ഒറ്റയ്ക്കിരുന്ന് സ്വലാത്ത് ചെല്ലുകയാണോ? സ്വലാത്ത് ചെല്ലുക, അങ്ങനെ നബി ഒറ്റയ്ക്കിരുന്ന് സ്വലാത്ത് ചൊല്ലിയാലോ നിലവിലുള്ള സ്വലാത്ത് നിർവഹിച്ചാലോ മറ്റുള്ളവർക്ക് എന്ത് ഗുണം? പക്ഷെ ഉണ്ട്. ഖുർആൻ പറയുന്ന സ്വലാത്ത് റസൂലുള്ള നിർവഹിക്കുമ്പോൾ, മുഹമ്മദ് നബി നിർവഹിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെയുള്ള സകല മനുഷ്യരും ആ സ്വലാത്തിൽ സംതൃപ്തരാണ്. എന്താണ് ആ സ്വലാത്ത്? ആ സ്വലാത്ത് അദ്ദേഹത്തിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ, കടമകൾ, കർത്തവ്യങ്ങൾ, ബാധ്യതകൾ കൃത്യമായി നിർവഹിക്കുക. മാത്രമല്ല ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ജീവിതത്തിന്റെ ഉന്നതമായ ചില ഘട്ടങ്ങളെക്കുറിച്ച് അവരെ പഠിപ്പിക്കുക. എന്നിട്ട് അലക്ഷ്യമായി ജീവിക്കുന്നവരെ ലക്ഷ്യബോധത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് മുഹമ്മദ് നബി അവർക്ക് നൽകേണ്ടുന്ന സ്വലാത്ത്. ആ സ്വലാത്ത് അദ്ദേഹം നിർവഹിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചുറ്റുഭാഗത്തുള്ള മുഴുവൻ മനുഷ്യരും സംതൃപ്തരാണ്. ആണ് പ്രവാചകൻ അവർക്ക് എന്ത് ചെയ്തു? ഏത് ഖുർആനിലൂടെ നിങ്ങൾ പഠിക്കുമ്പോൾ യുഹില്ലു ലഹുമുത് തയ്യിബാത്ത് വയുഹല്ലിമു അലൈഹിമുൽ ഖബാഇസ് വയദഉ അൻഹും ഇസ്റഹും വൽ അഗ്ലാൽ അല്ലതി കാനത് അലൈഹിം. 4 കാര്യം പ്രധാനമായി ഖുർആനിലാണ് കേട്ടോ. ഖുർആനിലല്ല പറയുന്നത്. നബി എന്ത് ചെയ്തു എന്ന് ഹദീസിൽ കാണുമ്പോൾ ഇഷ്ടം പോലെ നബി പെണ്ണ് കെട്ടുകയും കെട്ടാൻ കൽപ്പിക്കുകയും കെട്ടിയവരോട് വീണ്ടും കെട്ടാൻ കൽപ്പിക്കുകയും അങ്ങനെ മറ്റൊരു ഭാഗം, അത് ആന്റി ഖുർആൻ. ഖുർആനിൽ പ്രവാചകൻ അവർക്ക് എന്ത് ചെയ്തു? യുഹില്ലു ലഹുമുത് തയ്യിബാത്ത്, സകല നന്മകളും നല്ല കാര്യങ്ങളും അവർക്ക് അനുവദിക്കുകയും വയുഹല്ലിമു അലൈഹിമുൽ ഖബാഇസ്, സർവ്വ തിന്മകളും അവരിൽ നിന്ന് തടയുകയും വയദഉ അൻഹും ഇസ്റഹും, അവരുടെ ഭാരങ്ങൾ അദ്ദേഹം ഇറക്കി വെക്കുകയും വൽ അഗ്ലാൽ അല്ലതി കാനത് അലൈഹിം, അവരുടെ മേലുണ്ടായിരുന്ന അടിമത്തമടക്കമുള്ള ചങ്ങലകളെ പൊട്ടിച്ച് വലിച്ചെറിയുകയും ചെയ്തു എന്നതാണ് റസൂൽ അവർക്ക് ചെയ്ത സ്വലാത്ത്. എങ്ങനെ സന്തോഷിക്കാതിരിക്കും ആ ജനം? അതോ സ്ത്രീകളടക്കമുള്ള ദുരിതം അനുഭവിക്കുന്ന ജനതയാണ് അവിടെയുള്ളത്. ഭർത്താക്കന്മാരാൽ ഭീഷണിപ്പെടുത്തപ്പെടുന്ന ജനത, സ്വന്തം പിതാക്കളാൽ പലനിലക്കും ഭീഷണിപ്പെടുത്തപ്പെടുന്ന ജനത, പെൺകുട്ടികളെ ജീവിക്കാൻ വിടാത്ത ജനത, പച്ച ജീവനോടുകൂടി കുളിച്ചു മൂടപ്പെടുന്ന പെൺകുഞ്ഞുങ്ങൾ. ഇദൽ മൗഊദത്തു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്, ഓരോ പച്ച ജീവനോടുകൂടി കുഴിച്ചു മൂടപ്പെട്ട ഓരോ പെൺകുഞ്ഞും ചോദ്യം ചെയ്യപ്പെടും. ബിഅയ്യി ദംബിൻ ഖുതിലത്, ഓ പെൺകുട്ടി, എന്ത് പാപത്തിന്റെ പേരിലാണ് നീ കുഴിച്ചു മൂടപ്പെട്ടത്, കൊല്ലപ്പെട്ടത്? വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ ظل وجهه مسودا وهو كظيم, അവരിൽ ചില ആളുകൾക്ക് ഏതോ തന്റെ ഭാര്യ ഒരു പെൺകുഞ്ഞിനെ ജീവൻ നൽകിയിരിക്കുന്നു, നിന്റെ ഭാര്യ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചിരിക്കുന്നു എന്ന സന്തോഷപൂർണമായ വാർത്ത അവരിൽ ചില ആളുകൾ അറിയിക്കപ്പെടുമ്പോൾ ظل وجهه مسودا, അവരുടെ മുഖങ്ങൾ വിവർണമായി. അപമാനഭാരം പേറിക്കൊണ്ട് ഈ കുട്ടിയെ വളർത്തണമോ അതെല്ലാം മണ്ണിൽ താഴ്ത്തണമോ എന്ന് ചിന്തിക്കുകയായി. ഇങ്ങനത്തെ ആളുകൾ വസിക്കുന്ന കാലം സ്ത്രീകൾക്ക് അവകാശമുണ്ട്. അത് എങ്ങനെ അവകാശം? ഇൻഷാ അല്ലാഹ് ഇതെല്ലാം പൊളിയേണ്ടതാണ്. ഏതവകാശം? നിലവിലുള്ള അവകാശം, ആ ഭാഗ്യ അവകാശം.
ആ പാതി അവകാശമുണ്ടല്ലോ ഖുർആൻ വിരുദ്ധമായ അവകാശം, ആ അവകാശമല്ല. മറിച്ച് ഒരു കുടുംബത്തിലെ അംഗമെന്ന നിലയ്ക്ക് പുരുഷന് കിട്ടേണ്ടുന്ന അതേ അവകാശം ഇസ്ലാം സ്ത്രീക്കും കൊടുക്കുന്നുണ്ട്. അതല്ലാതെ പുരുഷജന്മം പുണ്യജന്മവും സ്ത്രീജന്മം ശാപജന്മവും അല്ല ഖുർആന്റെ അടിസ്ഥാനത്തിൽ. ഇന്ന് ലോകം ഇസ്ലാമിന്റെ അഥവാ ഖുർആനിന്റെ നേർക്ക് ചൂണ്ടുകയാണ്. ഖുർആനിന്റെ നേർക്ക് ചൂണ്ടുകയാണ്. എന്തിന്റെ പേരിൽ? ഒന്ന്, സ്വത്തിന്റെ നേർക്കുനേരെ പകുതിയെ അവൾക്കുള്ളൂ. ശാരീരിത്വത്തിൽ അവളെ പകുതി മാത്രമായി പരിഗണിക്കുന്നു. ന്യായമായ ചോദ്യങ്ങളാണ്. കണ്ടോ, വളരെ ന്യായമായ വിമർശനങ്ങളാണത്. അതൊരുമായി പറയേണ്ടതുണ്ട്. ഇതൊക്കെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അടിമുടി അക്ഷരാർത്ഥത്തിൽ കീഴ്മേൽ മറിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവരിതിന്റെ പിന്നിൽ കളിച്ച ചില്ലറ കളിയൊന്നല്ല, കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. കാരണം ഇത് മനസ്സിലാക്കാനുള്ള കഠിനാധ്വാനം ഏറെ വലുതാണെങ്കിൽ ഇത് ഇങ്ങനെ കുളിപ്പിച്ച് നശിപ്പിച്ചതില്ല. അധ്വാനം ചെറുതല്ല. അവരെ മോശക്കാരായി നമുക്ക് കാണാൻ കഴിയില്ല. കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് ഇത്രയും ദുഷിപ്പിച്ചതിന്റെ പേരിൽ. നിസ എന്ന് കേൾക്കുമ്പോഴേക്ക് യാ നിസ നബി, ഓ നബിയുടെ ഭാര്യമാര് എന്നർത്ഥം വെച്ചു. വാത്തും നിസാ സദുഖാത്തിഹിന്ന എന്ന് കേട്ടപ്പോഴേക്ക് സ്ത്രീകൾക്ക് നിങ്ങൾ മഹർ കൊടുത്തോളൂ എന്നർത്ഥം വെച്ചു. നിസാഉക്കും ഹർസുല്ലക്കും എന്ന് കേട്ടപ്പോ നിങ്ങളുടെ ഭാര്യമാരിൽ നിങ്ങളുടെ കൃഷിയിടമാണ്. എപ്പോഴാണോ കൃഷി നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് തോന്നിയാൽ ഉടനെ നിങ്ങൾ ചെന്നോളൂ, ഇഷ്ടമുള്ള രൂപത്തിൽ ചെന്നോളൂ. അപ്പൊ അത് ലൈംഗിക പ്രവർത്തനമാണെന്ന് അർത്ഥം വെച്ചു. എവിടെ നിന്ന് തുടങ്ങണം, ഏതിലൂടെ പോകണം എന്നതിനെ കുറിച്ചൊരു പിടിപാടില്ലാത്ത രൂപത്തിൽ അനാഥരുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നീതി നടപ്പാക്കാൻ സാധ്യമല്ലെന്ന് നിങ്ങൾ ആശങ്കിക്കുമ്പോൾ, നിങ്ങൾ ഈ സമുദായത്തിലല്ല മനുഷ്യ സമൂഹത്തിൽ നാഥനില്ലാത്ത കുട്ടികൾ, അതിലാണും പെണ്ണുണ്ട്. അനാഥ എന്ന് പറഞ്ഞാൽ പെൺകുട്ടി എന്ന് അർത്ഥം വെക്കാൻ പറ്റും. അനാഥ എന്ന് പറഞ്ഞാൽ ആരാ? നാഥനില്ലാത്തവരാ, മുതലില്ലാത്തവരാ അല്ല. മുതലില്ലാത്തവരാണെങ്കിൽ വലാത്തൽക്കുലു അംബാലൽ യഥാമ, അനാഥയുടെ മുതൽ നിങ്ങൾ തിന്നരുതെന്ന് കുറച്ചും പറയൂ. അപ്പൊ അവർക്ക് മുതലുണ്ടാവാം. മുതലില്ലാതിരിക്കലല്ല അനാഥയാകുന്നതിന് യോഗ്യത. പിന്നെയോ അനാഥ എന്ന് പറഞ്ഞാൽ നാഥനില്ലാത്തവർ. അതിലാരുണ്ട്? പെണ്ണുണ്ട്, ആണുണ്ട്. കുട്ടികളായിക്കോളുന്നുണ്ടോ? ഇല്ല. അനാഥ കുട്ടികളായിക്കോളുന്നുണ്ടോ? കുട്ടികളും ആകാം. പക്ഷെ ആണാകാനേ പാടുള്ളൂ, പെണ്ണാകാൻ പാടില്ല. പെണ്ണാകാനേ പാടുള്ളൂ, ആണാകാൻ പാടില്ല എന്ന നിയമമില്ല. വൈമുഖിത്വം നിങ്ങൾക്ക് ആശങ്കയുണ്ടാകുമ്പോൾ, തില്യത്താമ അനാഥരുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ആശങ്കയുണ്ടാകുമ്പോൾ എന്ത് വേണം? വൈമുഖിത്വം അല്ലാത്ത അനാഥരുടെ കൂട്ടത്തിലെ കാര്യപ്രാപ്തിയില്ലാത്തവരെ, അബലകളെ, അശക്തരെ നിങ്ങൾ പ്രത്യേകം പരിഗണിക്കണം. അവരെ പുനർജീവിപ്പിക്കാൻ, അവർക്ക് സംരക്ഷണം നൽകാൻ നിങ്ങൾ മുന്നോട്ട് വരണം. കഴിയുമെങ്കിൽ 4 പേരെ, കഴിയുമെങ്കിൽ 4 പേരെ, അല്ലെങ്കിൽ 3 പേരെ, അല്ലെങ്കിൽ 2 പേരെ. അതിനും സാധ്യമല്ലെങ്കിൽ ഒരാളെയെങ്കിലും നിങ്ങൾ സംരക്ഷിക്കാൻ തയ്യാറാകണം. എന്തെല്ലാം അട്ടിമറി നടത്തിയത്! അനാഥരുടെ കാര്യത്തിൽ നിങ്ങൾക്ക് പേടിയുണ്ടാകുമ്പോൾ, എന്താ പേടി? അനാഥ പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട് അവരുടെ അവകാശങ്ങൾ നിങ്ങൾ നിഷേധിക്കുമ്പോൾ അവർക്ക് ചോദിക്കാനും പറയാനും ബാപ്പിയും ആങ്ങളാരും ഉണ്ടാകൂല എന്ന് നിങ്ങൾക്ക് പേടിയുണ്ടാവുമ്പോ, അനാഥരല്ലാത്ത പെൺകുട്ടികളിൽ നിന്ന് 3, 4, 5 അല്ലെങ്കിൽ 2, 3, 4 പേരെ നിങ്ങൾ കല്യാണം കഴിച്ചോളൂ. ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട് അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുമ്പോ അവരുടെ ബാപ്പിയും ആങ്ങളാരും ചോദിക്കാൻ വരും എന്ന് നിങ്ങൾക്ക് പേരുണ്ടാവുമ്പോ 2 ആളെ കെട്ടിക്കോളി, അത് 3 ആളെ കെട്ടിക്കും, 4 ആളെ കെട്ടിക്കും. എന്നിട്ടും തീരുള്ളൂ. അങ്ങോട്ട് അനീതിയുടെ കൂമ്പാരം അങ്ങോട്ട് കലക്കിക്കോളും. എന്നിട്ടോ അപ്പൊ കലക്കി എന്താ ഉണ്ടാവുക?
മറ്റുള്ള ആ വെള്ളവാപ്പിൽ വരും, മറ്റുള്ള വാപ്പിൽ വരും, എല്ലാവരുടെ വാപ്പിൽ വരും ചോദിക്കാൻ. നോക്കൂ നിങ്ങൾ, അപ്രായോഗികത. യതീമിനെ സംരക്ഷിക്കേണ്ടുന്ന അധ്യായമാണത്. അൻ-നിസ എന്ന് പറഞ്ഞാൽ ദുർബലർ. ഇത് ശാരീരികമായ ദൗർബല്യമുണ്ടാകാം, മാനസികമായ ദൗർബല്യമുണ്ടാകാം. ഓ പ്രവാചകായ അലൂനക്ക് അനിൽ മഹീബ്, നമുക്കാകെ തിരിയുന്ന ഒരർത്ഥം എന്താണത്? മറ്റേ സമയത്തെക്കുറിച്ച് ഓ നബിയെ അവർ താങ്കളോട് ചോദിക്കുന്നു. ഈ മറ്റേ സമയം പറയാനാ? ഈ ലോകത്തിന് വെളിച്ചം നൽകാൻ വേണ്ടി വന്ന ഖുർആനിൽ ഈ സമയം പറയാൻ കഴിയുമോ? രക്തസംഗിതമായ ഒരു പോരാട്ടത്തെക്കുറിച്ച് അവർ താങ്കളോട് ചോദിക്കുന്നു. സത്യത്തിന് വേണ്ടിയുള്ള, നിലനിൽപ്പിന് വേണ്ടിയുള്ള, ധർമ്മത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം, അധർമ്മത്തിനെതിരെയുള്ള ഒരു പോരാട്ടം. ആ പോരാട്ടത്തിൽ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ നീങ്ങണം എന്നതിനെക്കുറിച്ച് അവർ താങ്കളോട് ചോദിക്കുന്നു. ഓ പ്രവാചക, മറുപടി പറയുക. ഹുവ ആദൻ, വളരെ വല്ലാത്ത ഒരവസ്ഥയാണത്. അതുകൊണ്ട് അത്തരം ഒരു പോരാട്ട രംഗത്ത് നിങ്ങളുടെ കൂട്ടത്തിലെ അബലകളെ, അശക്തരെ മാറ്റി നിർത്തണം. അവരെ നിങ്ങൾ കുരുതി കൊടുക്കാൻ പാടില്ലെന്നോ. ഇത്ര സുന്ദരമായ ഒരാശയമാണ്. മാനസികമായ, ശാരീരികമായ, ബുദ്ധിപരമായ വൈകല്യമുള്ളവരെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് നിങ്ങൾ അവരെ കൊല്ലാക്കൊല ചെയ്യരുത്, കുരുതി കൊടുക്കരുത്, മാറ്റി നിർത്തണം അവരെ. എന്നിട്ട് നിങ്ങളുടെ കൂട്ടത്തിലെ തന്റെ ഇടമുള്ളവരെ, ശക്തിയുള്ളവരെ, കാര്യപ്രാപ്തിയുള്ളവരെ മുന്നിൽ നിർത്തണം. എന്നിട്ട് അവിടെ പിന്നെ വ്യാഖ്യാനം മറ്റേ ഹൈദിന്റെ സമയത്ത് ബന്ധപ്പെടാൻ പാടില്ല, അങ്ങനെ വിട്ടു നിൽക്കാനാണ് പറഞ്ഞിരുന്നത്. എന്നിട്ടോ ഇങ്ങനെ നിങ്ങളുടെ പോരാട്ടത്തിലൂടെ ആരാണോ നിങ്ങളോട് പോരാടിയത് അവർ ശുദ്ധരായി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ദൈവിക ആദർശം മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവർ നിങ്ങളോട് പോരാടിയതെങ്കിൽ ആ പോരാട്ടത്തിലൂടെ, ഇവിടെ പോരാട്ടം എന്താണെന്നറിയോ? സത്യത്തിൽ വാളെടുക്കുന്ന പോരാട്ടവുമല്ല, മറിച്ച് വളരെ ഉത്തരവാദിത്വത്തോടുകൂടി സമരമുഖം. നമുക്ക് ആകെ വഴിയുള്ള സമരം എന്താ? ഇത് ഊരലല്ലേ വാള്, വീശലല്ലേ വാള്? അതല്ല, അതിനേക്കാളും ഗാംഭീര്യമുള്ള ഒന്നാണ് ഒരാദർശ രംഗത്തുള്ള പോരാട്ടം. അതിന് കാര്യസാധ്യതയുള്ളവരെ ഇറക്കേണ്ടത്, കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന സാധിക്കുന്നവരെയാണ് അതിന് ഉപയോഗിക്കേണ്ടത്. പ്രാപ്തിയില്ലാത്തവരെ, അശക്തരെ നിങ്ങൾ അതിനുവേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. ആളുകൾക്ക് കാര്യം മനസ്സിലായി നിങ്ങളുമായി സഹകരിക്കാൻ നിന്നാൽ അല്ലാഹു നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള മാനുഷിക മൂല്യങ്ങൾ അനുസരിച്ച് നിങ്ങൾ അവരുമായി വർത്തിക്കുക. നോമ്പിന്റെ രാത്രികളിൽ നിങ്ങളുടെ ഭാര്യമാരുമായുള്ള ആ സംസർഗം നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ അള്ളാഹുവിനെ വഞ്ചിക്കുന്നതായി അള്ളാഹു മനസ്സിലാക്കി മേലിൽ നിങ്ങൾ നിർബാധം വഞ്ചന തുടർന്നുകൊള്ളൂ എന്ന് വർഷം പറയല്ല. സുയാമ് ലൈലത്ത്, ഇരുട്ടിന്റെ ദിനങ്ങൾ, കാലരാത്രി എന്നൊക്കെ പറയാതെ എന്താണത്? വിവരമില്ലാത്ത ഒരു ഘട്ടത്ത് നിസായിനോട്, നിസായിനെ പറയാനാ പറഞ്ഞത് കേട്ടോ. നിസായി എന്താണ് പറയാനാണെന്ന് പറഞ്ഞത്? വിവരമില്ലാത്ത ഒരു കാലത്ത്, അജ്ഞതയിൽ നിങ്ങൾ കഴിഞ്ഞിരുന്ന ഒരു ഘട്ടത്ത് നിങ്ങളുടെ കൂട്ടത്തിലെ കാര്യപ്രാപ്തിയില്ലാത്ത മാനസികവും ശാരീരികവും ഭൗതികപരമായി പിന്നോട്ട് നിന്നിരുന്ന ഈ ആളുകളോട് കുത്തുവാക്ക് പറയലും ദ്രോഹിക്കലും അനുവദനീയമായി നിങ്ങൾ കണ്ടു. അള്ളാഹു അനുവദിച്ചു എന്നല്ല, അഹല്ലല്ലാഹു എന്നല്ല പറഞ്ഞത്, ഉഹില്ലലക്കും, നിങ്ങൾ അങ്ങനെ കണ്ടു. കാരണം നിങ്ങൾക്ക് വിവരമില്ലായിരുന്നു, നിങ്ങൾ ലൈലത്തിലായിരുന്നു, ഇരുട്ടിലായിരുന്നു. അതുകൊണ്ട് മേലാൽ ബാശിറൂഹുന്ന, നിങ്ങളുടെ കൂട്ടത്തിലെ ഈ നിസായിനോട്, ഈ അന്നിസായിനോട്
നിങ്ങൾ മനുഷ്യത്വപരമായി മാത്രമേ പെരുമാറാൻ പാടുള്ളൂ. ബശർ ബഷർ ബഷീർ ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. ഓ പ്രവാചക, ഈ സമൂഹത്തിലേക്ക് അങ്ങയെ നാം നിയോഗിച്ചിട്ടുള്ളത് സന്തോഷവാർത്ത അറിയിക്കുന്നവനായിട്ടാണ്. ദൈവിക നിയമങ്ങൾ സ്വീകരിച്ചാൽ, ദൈവിക നിയമങ്ങൾ ശിരസാവഹിച്ചാൽ നിങ്ങൾക്ക് വിജയമുണ്ടെന്ന സന്തോഷവാർത്ത. അതേസമയം ദൈവിക നിയമങ്ങളെ നിങ്ങൾ ധിക്കരിച്ചാൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന ദുഃഖവാർത്ത. അതോടൊപ്പം താങ്കൾ അവർക്കൊരു വിളക്കാണ്. സിറാജും മുനീർ, കത്തിപ്രകാശിക്കുന്ന വിളക്ക്. അത് അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഗ്രന്ഥത്തോടു കൂടിയുള്ള വിളക്ക്. ഉണ്ടോ? അപ്പോൾ ബഷീർ ബഷർ മനുഷ്യൻ, ബാഷിറൂഹുന്ന മനുഷ്യത്വപരമായി നിങ്ങൾ അവരോട് പെരുമാറുക. നിലവിൽ എന്താ അർത്ഥം? ഉഹില്ലലക്കും ലൈലത്തെ സുയാമി അർറഫത്തു ഇലാ നിസാഇക്കും. റഫത്ത് എന്ന് പറയുന്ന അർത്ഥം ഭൂലോക ഡിക്ഷണറി മുഴുവൻ നിങ്ങൾ എടുത്തു. അത് മലയാളം എന്നല്ല, ലോകത്തുള്ള ഡിക്ഷണറി മുഴുവൻ എടുത്തു. സംസർഗം എന്ന ഒരർത്ഥമേ അതില്ല. സ്ത്രീകളുമായി ബന്ധപ്പെടുന്നതിന് ഖുർആൻ ഉപയോഗിച്ചൊരു ഭാഷ എന്താണെന്നറിയോ? ജിമാഅ് എന്നാണ്. അത് ഖുർആനിലുള്ളതല്ല കേട്ടോ, ഭാഷയില്ല. ഒന്നാമത് പുരുഷനും സ്ത്രീയുമായുള്ള ബന്ധം പറയാൻ വന്നതല്ല ഖുർആൻ. ഖുർആന് പണി വേണം. ഖുർആനിന് പണി വേറെയാണ്. അത് എപ്പോഴാണ് ബന്ധപ്പെടേണ്ടത്, എങ്ങനെ ബന്ധപ്പെടേണ്ടത് എന്ന് ഇവിടുത്തെ പൂച്ചക്ക് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. പൂച്ചക്ക്, പിന്നെ മനുഷ്യൻ ഒക്കുടികൾ. കാരണം ഇവിടുത്തെ സകല ജീവികൾക്കും അള്ളാഹു ഒരു നിയമം പഠിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അവിടെ പിന്നെ ഞാൻ ആ ഭാഗം മുഴുവൻ കൂടുതൽ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ലോകത്തുള്ള സകല ജീവികളും സ്വലാത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥമതാണ്. ലോകത്ത് സകല ജീവികൾക്കും തസ്ബീഹ് ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ വിവക്ഷയതാണ്. ലോകത്തിൽ അള്ളാഹു ഒരു ബാലൻസ് വെച്ചിട്ടുണ്ട്. മീസാൻ, ലോകത്തിന്റെ ഘടന. ആ ഘടനയ്ക്ക് മാറ്റം വരുത്താൻ മനുഷ്യന് കഴിയില്ല, സാധ്യമല്ല. ആ ഘടന എങ്ങനെ ആയിരിക്കണം എന്ന് ഒരൊറ്റ രാത്രി കൊണ്ട് അള്ളാഹു അവതരിപ്പിച്ചതാണ് ലൈലത്തുൽ ഖദർ. അതിനിർണായകമായ ഒരു ഘട്ടം. ലോകം മുഴുവനും ഇരുണ്ട യുഗത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ഘട്ടത്ത് വകുൻതും അലാ ശഫാ ഹുഫറത്തിൻ മിനൻ നാരി ഫഅൻഖദകും മിൻഹാ, നരകത്തിലേക്ക് ചാടാൻ വേണ്ടി അതിന്റെ വക്കിൽ നിൽക്കുകയായിരുന്നു നിങ്ങൾ. ശഫത്ത് അലം നജഅൽ ലഹു ഐനൈനി വലിസാനം വശഫതൈൻ, ചുണ്ട്, വക്ക്, തെല്ല്. കുൻതും അലാ ശഫാ ഹുഫ്ര, വലിയൊരു കുഴി നിങ്ങൾ തന്നെ കുഴിച്ചുണ്ടാക്കി അതിന്റെ വക്കിൽ നിങ്ങൾ നിൽക്കുകയായിരുന്നു. ഫഅൻഖദകും മിൻഹാ, അതിലേക്ക് ചാടാതെ നിങ്ങളെ അവൻ ഈ ഗ്രന്ഥം മുഖേന രക്ഷിച്ചു. അപ്പോൾ നരകക്കുണ്ടിൽ ചാടുന്നതിൽ നിന്ന് മനുഷ്യവംശത്തെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ് ഖുർആൻ. ആ ഖുർആൻ ഇറങ്ങിയത് ലൈലത്തുൽ ഖദറിലാണ്. എന്താ ലൈലത്തുൽ ഖദർ? ആദ്യ നിർണായകമായ ഒരു ഘട്ടം. അന്ന് ആ ഗ്രന്ഥം ഇറങ്ങിയില്ലായിരുന്നുവെങ്കിൽ എന്തും സംഭവിച്ചേനെ. ലോക ജനതയ്ക്ക് സന്മാർഗദായകമായി, സന്മാർഗദർശനമായി, സത്യാസത്യ വിവേചനമായി ഫുർഖാൻ ഇറങ്ങിയ ഘട്ടം. 23 കൊല്ലം കൊണ്ട് ഇങ്ങനെ ഇറങ്ങുന്നല്ല, ഒരൊറ്റ ദിവസം കൊണ്ട് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നവർ ഈ 23 കൊല്ലൊക്കെ ഉണ്ടാക്കിയിരുന്നല്ലോ. ഈ 23 കൊല്ലത്തിന്റെ പിന്നിലൊക്കെ കഥകളുണ്ട് സഹോദരന്മാരെ. ഇതിന്റെ പിന്നിലൊക്കെ ഒരുപാട് കഥകളുണ്ട്. മനസ്സിലായി? അതൊന്നും 1 മണിക്കൂർ കൊണ്ടും 2 മണിക്കൂർ കൊണ്ടും വിവരിക്കാൻ പറ്റിയ കഥകളല്ല. ഇങ്ങനെ 23 കൊല്ലം ഉണ്ടാക്കലും അങ്ങനെ കുറെ ആളുകൾ ഉണ്ടാക്കലും കുറെ കാരണങ്ങൾ ഉണ്ടാക്കലും. ഒരു നിയമം പറയുന്ന ഒരു കാരണം ഉണ്ടാക്കുക. സബബുൽ നുസൂൽ, ഇറങ്ങാനുള്ള കാരണം. ഈ ആയത്തിറങ്ങിയത് ആ സഹാബി ഓടിയപ്പോഴാണ്. ഈ ആയത്തിറങ്ങിയത് ഒരു സഹാബി ഉറങ്ങിയപ്പോഴാണ്.
റസൂലുള്ളാഹിയുടെ ജീവിതത്തെപ്പറ്റി പോലും ഖുർആനിലുണ്ടോ? റസൂലുള്ളാഹിനെ പറ്റി എന്താണോ നമുക്ക് വേണ്ടത് അതേ ഖുർആൻ പറഞ്ഞുള്ളൂ. അദ്ദേഹത്തിന്റെ പിതാവിനെ കുറിച്ച് ചർച്ചയുണ്ടോ? മാതാവിനെ കുറിച്ച് ചർച്ചയുണ്ടോ? ഏതെങ്കിലും ഒരു പ്രവാചകന്റെ പിതാവിനെ കുറിച്ച് ചർച്ച ഉണ്ടോ? ആ നിലക്കുള്ള ഒരു ചർച്ച ഉള്ള ചർച്ച ഇബ്രാഹിം ഇവിടെ പിതാവ് ആള് മഹാകർമാണിയായിരുന്നു ഒരു ചർച്ച. അതുകൊണ്ട് ഇബ്രാഹിം മോശക്കാരനായി ബിംബങ്ങൾ ഉണ്ടാക്കി ബിംബാരാധന നടത്തുകയും ബിംബങ്ങൾ വിൽപ്പന നടത്തുകയും ചെയ്തിരുന്ന ആളായിരുന്നു ഇബ്രാഹിം നബിയുടെ പിതാവ് ആസർ. പക്ഷെ ഇബ്രാഹിം മോശക്കാരനായോ? അപ്പൊ മകൻ നന്നാവണമെങ്കിൽ ബാപ്പ മോശക്കാരനാകാതിരുന്നോളണമെന്നില്ല. ബാപ്പ നന്നായി പോയാൽ മകൻ നന്നാവണമെന്നില്ല. നേരെ തിരിച്ചൊന്നുമില്ല. ഇദ്ദേഹം ആരാണ്? നിങ്ങൾക്ക് ഈ ഖുർആൻ കൊണ്ടുവരുന്ന ഇദ്ദേഹം ആരാണ്? യോഗ്യനാണ്. ഇന്നക ലഅലാ ഖുലുഖിൻ അദീം വഇന്നക അലാ ഹുദൻ ഇന്നക അലാ സിറാത്തിൻ മുസ്തഖീം ഇന്നക ലമിനൽ മുർസലീൻ. ഖുർആൻ എമ്പാടും സർട്ടിഫിക്കറ്റ് നൽകി. അപ്പോൾ ഈ ദൂതൻ ജീവിതം എന്താണ്? അദ്ദേഹത്തിന്റെ ജന്മം എങ്ങനെയാണ്? അദ്ദേഹം ആരും ജനിച്ചു ഇതൊന്നും ഖുർആനിന്റെ ചർച്ചയില്ല. അതേപോലെ അസുവാജ്, നമ്മളെ ഉറക്കം കെടുത്തിരുന്ന ഒരു വാക്കാണ് അസുവാജ്. ഈ അസുവാജ് കൊണ്ടാണ് എനിക്ക് ഒന്നിലേറെ ഭാര്യമാരുണ്ടായിരുന്നു എന്നർത്ഥം വെക്കാൻ തുടങ്ങിയത്. കാരണം അസുവാജ് എന്ന് പറഞ്ഞാൽ സൗജി എന്ന് പറയുന്ന ഏകവചനത്തിന്റെ ബഹുവചനമാണ്. അപ്പോൾ അസുവാജ് എന്ന് പറഞ്ഞാൽ ഇണകൾ, ഭാര്യമാർ എന്നർത്ഥം വെച്ചു. നിസായിനെ സ്ത്രീകൾ എന്നർത്ഥം വെച്ചതുപോലെ അപ്പോൾ നസീബും മിമ്മാ തറക്കൽ വാലിദാനി വല്ലഖറബൂൻ വലിന്നിസാഇ നസീബും മിമ്മാ തറക്കൽ വാലിദാനി വല്ലഖറബൂൻ. ഇത് വേറെ പ്രത്യേകിച്ച് എന്താ പറഞ്ഞത്? റിജാൽ എന്ന് പറയുന്ന വാക്കിന് മനുഷ്യൻ എന്നാണ് അർത്ഥം. ഇത് വെറുതെ അങ്ങോട്ട് പറയുന്നില്ല. ഖുർആൻ ആ രൂപത്തിലേക്ക് ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളൂ. റിജാൽ എന്ന മനുഷ്യൻ, അതിലാരുണ്ട്? ആണും പെണ്ണും. നാം ഒരൊറ്റ ദൂതനെയും റിജാലല്ലാതെ അയച്ചിട്ടില്ല. ഖുർആൻ പറയാം, റിജാലല്ലാത്ത ഒരൊറ്റ ദൂതനെയും നാം അയച്ചിട്ടില്ല. എന്താണ് അതിന്റെ അർത്ഥം? മനുഷ്യരാണ് വന്നുപോയ ദൂതന്മാർ മുഴുവൻ. മനുഷ്യരിലേക്കാണ് അവർ വന്നത്. അതുകൊണ്ട് മനുഷ്യരോട് പെരുമാറാൻ സാധിക്കുന്ന, പ്രകൃതിയോട് ഇണങ്ങുന്ന സ്വഭാവമുള്ള തികഞ്ഞ പച്ച മനുഷ്യർ അവരാണ് പ്രവാചകൻ. ഇനി റിജാൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പുരുഷൻ എന്നല്ല എന്ന് ഒന്നുകൂടി ഊന്നി പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണ്? ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വതുദ്കർ. അല്ലാഹുവിന്റെ ചില ആദർശം, ചില ആശയം അത് മനസ്സിലാക്കിയിട്ടുള്ള ചില ആളുകളുണ്ട്. അല്ലാഹുവിന്റെ അസ്തിത്വം വിളിച്ചോതുന്ന, ആദർശം വിളിച്ചോതുന്ന പ്രസ്ഥാനങ്ങളും. ആ പ്രസ്ഥാനത്തിൽ ആരാണുള്ളത്? റിജാലുൻ, മനുഷ്യർ, ആണുങ്ങളല്ല. ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറൂ, നന്നാകാൻ ആഗ്രഹമുള്ള, നന്നാകണമെന്ന് കൊതിയുള്ള മനുഷ്യർ അതിലാണുള്ളത്. അതല്ലാതെ നന്നാകാൻ ആഗ്രഹമുള്ള പുരുഷന്മാരൊക്കെ അതിലാണ്, നന്നാകണം ആഗ്രഹമുള്ള പെണ്ണുങ്ങൾ ലോകത്ത് ഉണ്ടാവാൻ പാടില്ല എന്നാണ്. അല്ലെങ്കിൽ പെണ്ണുങ്ങളൊക്കെ വീട്ടിലാണ്. അല്ല, ആ ഒരു ആദർശമേ ഉള്ളൂ. ആ ആദർശമാണ്, ആ ആദർശത്തിലാണ് ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറൂ, നന്നാകണമെന്ന് കൊതിയുള്ള, മോഹമുള്ള, ആഗ്രഹമുള്ള മനുഷ്യൻ അതിലാണുള്ളത്. അതിലാരാപ്പെട്ടത്? സകല മനുഷ്യരും, ആണും പെണ്ണും പെടും. പക്ഷേ സാധാരണ ഗതിയിൽ മനുഷ്യരിൽ നിന്ന്, തന്റെ ഇടമുള്ള യാളുകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന ഒരു വിഭാഗമാണ് ഇവരെ. ആര്? നിസാ എന്ന് പറയുന്നവർ. ശാരീരികമായ ദൗർബല്യം, മാനസികമായ ദൗർബല്യം, ബുദ്ധിപരമായ ദൗർബല്യം, ഇവരെ മാറ്റി നിർത്തുകയാണ് സമൂഹം. അല്ലെ? പലപ്പോഴും പല ഭാഗങ്ങളിലും പല ഘട്ടങ്ങളിലും മാറ്റി നിർത്തുന്നു. എവിടെ? അവർക്ക് ഗുണമുള്ള ഇടത്ത്.
അവർക്ക് ഗുണമുള്ളയിടത്താണ് അവരെ മാറ്റി നിർത്തുന്നത്, ഗുണമില്ലാത്തയിടത്തോ അവരെ നിങ്ങൾക്ക് വേണം. അപ്പോൾ ഉഹല്ലലക്കും ലൈലത്ത സിയാമി അർറഫതു ഇലാ നിസാഇക്കും, നിങ്ങൾക്ക് കൃത്യമായ വിവരമില്ലാത്ത ഇരുട്ടിൽ നിങ്ങൾ കഴിഞ്ഞിരുന്ന കാലത്ത് നിങ്ങളുടെ കൂട്ടത്തിലെ അബല വിഭാഗത്തോട് അശക്ത വിഭാഗത്തോട് നിങ്ങൾ കുത്തുവാക്ക് പറയലും അവരെ ദ്രോഹിക്കലും ബുദ്ധിമുട്ടിക്കലും അനുവദനീയമായി നിങ്ങൾ കണ്ടു. പക്ഷേ മേലാൽ ബാസിറൂഹുന്ന, അവരോട് നിങ്ങൾ പെരുമാറേണ്ടത് മനുഷ്യത്വപരമായാണ്. കാരണം ഹുന്ന ലിബാസുല്ലക്കും വഅൻതും ലിബാസുല്ലഹുന്ന, നിങ്ങൾ വസ്ത്രം എടുക്കുന്നത് നിങ്ങളുടെ നാണം മറക്കാൻ ശരീരത്തോട് ഒട്ടിക്കിടക്കുന്നു. ഇതേപോലെ അവർ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരാണ്, നിങ്ങൾ അവരുടെ കൂട്ടത്തിലുള്ളതുമാണ്. സത്യത്തിൽ നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ പരസ്പരം സഹകരിച്ച് നീങ്ങണം, നിങ്ങൾ കൂടെ നിർത്തണം. അതല്ലാതെ സ്ത്രീകൾ നിങ്ങളുടെ വസ്ത്രമാണ്, നിങ്ങൾ അവരുടെയും വസ്ത്രമാണ്. അപ്പൊ പെണ്ണിനെ കുറിച്ച് പുറത്തുണ്ടാക്കുക, ആണിനെ കുറിച്ച് പെണ്ണും പുറത്തുണ്ടാക്കുക, ഇങ്ങനെയാണോ? എന്തെല്ലാം ഖുർആൻ ചില ആളുകളുടെ ദൃഷ്ടിയിൽ ഖുർആൻ മറിച്ചു നോക്കിയിൽ ആകെ സെക്സ് മയാണ്. ഖുർആൻ വേറെ ഒന്നുമില്ല. ലോകത്തിന്റെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ കെൽപ്പുള്ള ഒരു ആശയമാണ് അത്. അതിന്റെ നമ്മളുടെ മുന്നിൽ ഇതിന്റെ ശത്രുക്കൾ മനസ്സിലാക്കി നേരത്തെ അവരെന്ത് ചെയ്യുമെന്നറിയോ? ഈ വെളിച്ചം ലോകത്തിന് വന്നു കഴിഞ്ഞാണ്ടല്ലോ എല്ലാം നിഷ്പ്രഭയായിരിക്കും, ഒരെണ്ണത്തിനും തലമുക്കാൻ സാധ്യമല്ല. അത്രക്കും കുറ്റമറ്റ അന്യൂനമായ ഒരു ദർശനം, മാനുഷിക മൂല്യങ്ങളെക്കുറിച്ച് പറയുന്ന മനുഷ്യനാണ് അതിന്റെ പ്രമേയം, മാനുഷിക വിജയമാണ് അതിന്റെ ലക്ഷ്യം. ഇത് ലോകത്ത് വെളിച്ചം വന്നാൽ പിന്നെ ഒരു ജാതി ചിന്ത, മതചിന്ത, ഗ്രൂപ്പ് ചിന്ത, നേരത്തെ ഞാൻ പറഞ്ഞുവല്ലോ, നമസ്കാരമാണ് മുസ്ലിം സമൂഹത്തെ ഭിന്നിപ്പിച്ചത് എന്ന് ഉത്തരവാദിത്വ ബോധത്തോടെ പറഞ്ഞത്. ഞാൻ അങ്ങനെ പറഞ്ഞു വന്നൊരു വിഷയത്തിന്റെ ഒരു വളരെ ഗൗരവമുള്ള ഭാഗത്തേക്ക് കടന്നു. ഇവിടെ മുസ്ലിങ്ങൾ കക്ഷികളായി കേരളത്തിലെ മാത്രം കാര്യമെടുക്കാം എന്നാ പറഞ്ഞത്. ഈ നേരത്തെ പറഞ്ഞ കേരള മുസ്ലിം ഐക്യസംഘം വന്നു, പിന്നെ സമസ്ത കേരള ജമിയത്തുൽ വന്നു, പിന്നെ കേരള ജമിയത്തുൽ വന്നു. എന്ത് വരാൻ കാരണം? ഇവിടെ ആദ്യം ഒരു സംഘടന എന്ന നിലയ്ക്ക് വന്നത് മുജാഹിദ് പ്രസ്ഥാനമാണ്. അവർ 1979, എന്റെ ഓർമ്മ ശരിയാണ്, 79 ഫറൂഖ് സമ്മേളനം നടക്കുന്ന സമയത്ത് മക്കത്തെ ഇമാമാണ് അന്ന് അവിടെ മഗ്‌രിബ് നിസ്കരിച്ചത്. അന്ന് മഗ്‌രിബ് നിസ്കരിച്ചപ്പോ ഔദ് ഓതില്ല, ബിസ്മി ഓതില്ല. അന്ന് മുതലാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നമസ്കാരത്തിൽ നിന്ന് ഔദും ബിസ്മിയും മൊത്തത്തിൽ പോകുന്നത്. പിന്നീടുള്ള ഇവരുടെ സകല നമസ്കാരങ്ങളിലും ഔദും ബിസ്മി ഇല്ല. എന്താ കാര്യം? അവർ ഈ സംഘടന ഇവിടെ പ്രവർത്തിക്കണമെങ്കിൽ മക്കത്ത് പൈസ വേണം. അപ്പൊ മക്കത്തുള്ളവർ പറയുന്നത് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ഇത് നടക്കൂല. അപ്പൊ ഞങ്ങൾ പറയുന്ന ഇസ്ലാമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ എന്തായാലും ബിസ്മി ഔദും ബിസ്മിയും ഇല്ലാത്ത നിസ്കാരം സുന്നികളെ പള്ളിയിൽ നിസ്കരിക്കാൻ പറ്റൂല. അപ്പൊ അവരെന്ത് ചെയ്തു? കേവലം ഔദും ബിസ്മിയും ഈ കെട്ടലിനും വേണ്ടിയിട്ട് പഠില്ല. വെറുതെ പറയുന്നല്ല, നോക്കണം കാതൽ. മുസ്ലിം സമുദായം വഴിപിഴച്ചു പോയത് എന്തിനു വേണ്ടിയാണ്? നോമ്പെല്ലാവരും ഒരുപോലെയാണല്ലോ. പ്രത്യേകിച്ച് മുജാഹിദ് പള്ളിയിൽ പ്രത്യേക സ്പെഷ്യൽ നോമ്പൊന്നുമില്ല, എല്ലാവരുടെ പള്ളിയിൽ നടക്കുന്ന നോമ്പ് ഒന്നാണ്, അല്ലേ? പക്ഷെ ഇവരുടെ നമസ്കാരം നിർവഹിക്കാൻ ഇവർക്കൊരു പള്ളി വേണം. അപ്പൊ എന്തായി? കേരളത്തിലുടനീളം മുജാഹിദീങ്ങൾ പള്ളി ഉണ്ടാക്കി. അങ്ങനെ പള്ളി ഉണ്ടാക്കിയിട്ട് നിന്നില്ല. അങ്ങനെ എന്തായി? കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ജമാഅത്തേര് വന്നു. ജമാഅത്തേക്ക് നിസ്കാരത്തിൽ പ്രത്യേകിച്ചതുപോലൊന്നുമില്ല. കാരണം കുനൂത്ത് ഓതുന്നോർത്തിരുന്ന കുനൂത്ത് ഓതും, കൂട്ടുപ്രാർത്ഥന ചെന്നിരുന്ന കൂട്ടുപ്രാർത്ഥന നടത്തും. അതൊക്കെ അവർ എങ്ങനെയാണോ മുമ്പിലുള്ളവർ അങ്ങനെയാണ് അവർ ചെയ്യുക. അത് അവരുടെ പ്രത്യേകമായ ഒരു നയമാണ്. എന്നാലും അവർ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഖുർആൻ ക്ലാസും കാര്യങ്ങളും നടത്തണമെങ്കിൽ അവർക്കൊരു പള്ളി വേണം. അവരുണ്ടാക്കാൻ തുടങ്ങി. പിന്നീടുണ്ടായി മുജാഹിദ് ഗ്രൂപ്പ് പിളർന്നപ്പോൾ രണ്ടു കൂട്ടർക്കും പള്ളി, KNM പള്ളി, ISM പള്ളി. നോക്കൂ നിങ്ങൾ, പള്ളികൾ വളർന്നത് ഇവർ പിളർന്നതോടുകൂടിയാണ്. അപ്പോൾ നമസ്കാരം എന്നതാണ് മെയിൻ. ഇവരുടെ യുക്തികൾക്കിനനുസരിച്ച് നമസ്കരിക്കാൻ അവരുടെ പള്ളികൾ പറ്റില്ല. അപ്പൊ ആ പള്ളികൾക്ക് വേണ്ടി ഈ നമസ്കാരം ഖുർആൻ പറയുന്ന സ്വലാത്ത് നിർവഹിക്കണമെങ്കിൽ ഈ പള്ളി വേണ്ടതാണ്. ഒരു പള്ളിയും വേണ്ട. പിന്നെന്താ വേണ്ടത്?
ഖുർആൻ പറഞ്ഞ സ്വലാത്ത് കൃത്യമായി 100% അർത്ഥത്തിൽ നിർവഹിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാൻ പറ്റിയ ഒരു സൊസൈറ്റി വേണമെന്നാണ് ഖുർആൻ പറഞ്ഞത്. അല്ലദീന ഇൻ മക്കന്നാഹും ഫിൽ അർദ്, രാജ്യത്ത് അവർക്ക് നിലകൊള്ളാൻ നാം ഒരു സൗകര്യം അവർക്ക് നാം നൽകിക്കഴിഞ്ഞാൽ അഖാമുസ്വലാത്ത, അവർ കൃത്യമായി സ്വലാത്ത് നിർവഹിക്കും. പക്ഷെ ഇന്ന് നിലവിലുള്ള നമസ്കാരം നിർവഹിക്കേണ്ടതുകൊണ്ട് ആ ഭൂമിയിൽ ഒരു സ്ഥലത്തും വേണം ഒന്നും വേണ്ട, സാരിക്കൊന്നും വേണ്ട. കാരണം ഇസ്ലാമിന്റെ ശത്രു രാജ്യത്ത് നിസ്കാരം കൃത്യമായി നടക്കുന്നുണ്ട്. ഇസ്ലാമിന്റെ ശത്രു രാജ്യത്ത് മറ്റേ കൃത്യമായി നിസ്കാരം നടക്കുന്നുണ്ട്. പക്ഷെ മുസ്ലിങ്ങളുടെ രാജ്യത്ത് നടക്കുന്നില്ല. ഏത് നിലവിലുള്ള നമസ്കാരം. പാകിസ്ഥാനിൽ നമസ്കരിക്കുന്നവർക്ക് പേടിയാണ്. പള്ളിയിൽ കയറി നമസ്കരിക്കുന്നവരെ നേരത്തെ നിറവൊഴിക്കാൻ ആരും BJP അല്ല, BJP അല്ല, ബജരംഗളല്ല, RSS അല്ല, പിന്നെയോ താടി വെച്ച തലയിൽ കെട്ടിയ സുന്നത്ത് നമസ്കരിക്കുന്ന ഫാത്തിഹ ഓതുന്ന മുസ്ലിങ്ങളാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഇതൊക്കെ ചെയ്യുന്ന മുസ്ലിങ്ങളാണ് വെടിവെക്കുന്നത്. അല്ലേ? 1 നമ്പർ അയോധ്യയിൽ നമസ്കരിക്കുന്നതുകൊണ്ട് തടസ്സമുണ്ടപ്പോ ഇല്ല. ഇതേപോലെ ലോകത്തിലെ ഏക ഹിന്ദു രാഷ്ട്രമാണ് നമുക്കറിയാം. അവിടെ കാഠ്മണ്ഡു, അവിടെ മുസ്ലിങ്ങൾക്ക് പള്ളിയുണ്ട്, മദ്രസ ഉണ്ട്, നമസ്കാരം ജോറായി നടക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു നമസ്കാര സമയത്ത് ഒരു വെടിവെപ്പുണ്ടായിട്ട് ശത്രുരാജ്യം ഏക ഹിന്ദു രാഷ്ട്രമാണ്. വെടിവെപ്പ് നടന്നോ? ഇല്ല. 95% മുസ്ലിങ്ങളുള്ള ജംഹൂരിയ ഇസ്ലാമിയായി കാലങ്ങൾ ഏറെയായി പ്രഖ്യാപിച്ചിട്ടുള്ള രാഷ്ട്രമാണ് പാകിസ്ഥാൻ. ആ പാകിസ്ഥാനിൽ മുസ്ലിങ്ങൾക്ക് നമസ്കരിക്കാൻ, നിലവിലുള്ള നമസ്കാരം നിർവഹിക്കാൻ സ്വൈര്യമില്ല. പക്ഷെ ഖുർആൻ പറയുന്നത് നിലവിലുള്ള നമസ്കാരങ്ങൾക്ക് ഏത് സ്ഥലത്തും നിങ്ങൾക്ക് നിർവഹിക്കാം, വീട്ടിലോ നാട്ടിലോ കാട്ടിലോ എവിടെയും. പക്ഷേ ഈ നമസ്കാരം നിങ്ങൾക്ക് പരിപൂർണ അർത്ഥത്തിൽ കൊണ്ടു നടക്കണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന, നിങ്ങളെ അംഗീകരിക്കുന്ന അഥവാ ഖുർആൻ അംഗീകരിക്കുന്ന ഒരു ചെറിയ സംഘമെങ്കിലും ഉണ്ടാകും. ആ അംഗത്തിലെ ഈ ആദർശങ്ങൾക്ക് വിലയുള്ളൂ. എന്താണ് അതിൽ പറയാനുള്ളത്? പരിപൂർണമായ മാനുഷിക മൂല്യം, നീതി, ധർമ്മം, ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം കാര്യങ്ങൾ വിലയിരുത്തപ്പെടേണ്ടത്. ആ സൊസൈറ്റിയിൽ നിങ്ങൾ അംഗമാകുന്നതോടെ നിങ്ങൾ ഖുർആൻ വിശ്വാസികളായി മാറി, അതിലൊരംഗമായി മാറി. നിങ്ങളുടെ സമ്പത്ത് സുരക്ഷിതമായിരിക്കും, നിങ്ങളുടെ അഭിമാനം സുരക്ഷിതമായിരിക്കും. നിങ്ങൾ ആക്രമിക്കപ്പെടുകയില്ല, നിങ്ങൾ ആക്രമിക്കാൻ പാടില്ല. നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ നിങ്ങളുടെ കട അടക്കേണ്ടത് പോലുമില്ല. ഇസ്ലാമിക് സൊസൈറ്റിയുടെ പ്രത്യേകത ഇതാണ്. ഇന്നിപ്പോ മുസ്ലിങ്ങൾ കടയടച്ച് പോകുന്നുണ്ടെങ്കിൽ സത്യത്തിൽ അത് മുസ്ലിങ്ങളെ പേടിച്ചിട്ടാണ്. അതേ സമയത്ത് ഇസ്ലാമിക് സൊസൈറ്റി നിലവിൽ വന്നാൽ സത്യത്തിൽ പോലീസ് സ്റ്റേഷനും കോടതിയും വേണ്ടതില്ല. അത്രത്തോളം നീതിപരമായി ഉയർന്നു നിൽക്കുന്ന ഒരു പ്രസ്ഥാനം. ഇതാണ് ഖുർആൻ മുന്നിൽ കാണുന്നത്. അവിടെ ആര് വേണ്ട, അത് ശ്രദ്ധിക്കണം കേട്ടോ. അവിടെ ആര് വേണ്ട, ഏതെങ്കിലും ഒരു ജാതി അവിടെ വേണ്ട, ഏതെങ്കിലും ഒരു മതം അവിടെ വേണ്ട. അവിടെ വേണ്ടത് അയ്യുഹന്നാസ്, മനുഷ്യരാണ്. മനുഷ്യർ, മാനുഷിക മൂല്യങ്ങൾക്ക് നിലയും കൽപ്പിക്കുന്ന മനുഷ്യർ. അവർ ഈ ആദർശം സ്വീകരിക്കാൻ പേര് മാറ്റണോ? വേണ്ട. ലിംഗാന്തര ഗർഭം മുറിക്കണോ? അതും വേണ്ട. പ്രത്യേകമായി ഋഷിയിലേക്ക് തിരിയണോ? അതും വേണ്ട. മറിച്ച് നീതി ഉണ്ടാകണം, ധർമ്മം അവർ സംസ്ഥാപിക്കണം. അതേപോലെ തന്നെ ധർമ്മ നിഷ്ഠയോടുകൂടി യായിരിക്കണം കാര്യങ്ങൾ. ആക്രമിക്കാൻ പാടില്ല, ആക്രമിക്കപ്പെടുകയില്ല. വാന്തും തുതലമോൻ, നിങ്ങൾ ആക്രമിക്കപ്പെടുകയില്ല, അനീതി പ്രവർത്തിക്കപ്പെടുകയില്ല. നോക്കൂ നിങ്ങൾ. അത് ഇവിടെ പിന്നെ നമസ്കാരത്തിന് മറ്റൊരു ഗുണം, ഖുർആൻ പറയുന്ന നമസ്കാരത്തിന്റെ ഗുണം, അഖിലുസ്വലാത്ത, നിന്റെ സ്വലാത്ത് നീ കൃത്യമായി യഥാവിധിയോടെ നിർവഹിക്കും. ഉത്തുരു മാ ഊഹിയ ഇലൈക മിനൽ കിതാബ്. തുടക്കമല്ല, ഉത്തുരു മാ ഊഹിയ ഇലൈക മിനൽ കിതാബ്. വേദഗ്രന്ഥത്തിലൂടെ സന്ദേശമായി ലഭിക്കപ്പെട്ടതിനെ നീ പിന്തുടരുക. സ്വലാത്ത, എന്നിട്ട് നീ സ്വലാത്ത് കൃത്യമായി നിർവഹിക്കുക. സ്വലാത്ത് കൃത്യമായി നിർവഹിക്കണമെങ്കിൽ വേദഗ്രന്ഥത്തിലെ ആശയങ്ങൾ അറിയണം എന്നർത്ഥം.
വേദഗ്രന്ഥത്തിലെ ആദർശങ്ങൾ അറിയാതെ നമസ്കരിക്കാൻ കഴിയില്ല. ഇത് നമസ്കാരം ഖുർആൻ പറയുന്ന നമസ്കാരം. എന്റെ കാര്യം ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ആണോ? നിശ്ചയം അസ്വലാത്ത്, ഇസ്വലാത്ത് അല്ല കേട്ടോ. ഇന്ന സ്വലാത്ത എന്ന് പറഞ്ഞ നിശ്ചയം അസ്വലാത്ത്, തൻഹ അത് തടയും, അനിൽ ഫഹ്ശാഇ നിന്ദ്യമായ, വൽ മുൻകർ നീചമായ പ്രവർത്തനങ്ങളിൽ നിന്ന് നമസ്കാരം തടയും. ഇന്ന് നമസ്കാരക്കാരുടെ ലിസ്റ്റ് എടുത്തു നോക്കിയാൽ 98% നമസ്കാരക്കാരെയും അവരുടെ നമസ്കാരം അവരുടെ നീച പ്രവർത്തനങ്ങളെ തടഞ്ഞില്ലെന്ന് മാത്രമല്ല, അവർ തിന്മകളിലും ദുർനടപ്പിലും വ്യാപൃതരായിരിക്കുക. ഖുർആൻ പറയുന്നുണ്ട്, അവരുടെ വിചാരം സയുഗ്ഫറു ലനാ, ഞങ്ങൾക്ക് അള്ള പുറത്തു തരും എന്ന ഒരു ചിന്തയാണ് അവർക്കുള്ളത് എന്നാണ്. എത്ര കൃത്യമാണ്. അതുകൊണ്ടാണല്ല ആയിരിക്കണം ഒരു പക്ഷേ സലാം വീട്ടിയ ഉടനെ ചെയ്തത് വല്ല നമ്മാടിത്തരായി പോയി പൊറുക്കണം എന്ന ഒരു അഭ്യർത്ഥന ഒരു പക്ഷേ അതായിരിക്കും അറിയില്ല. അപ്പോൾ അടോ ഉത്തുരു, നീ പിന്നാലെ പോകുക. എന്തിന്റെ? മാ ഊഹിയ ഇലൈക മിനൽ കിതാബി, വേദഗ്രന്ഥത്തിലൂടെ നിനക്ക് സന്ദേശമായി വരുന്നതിന്റെ പിന്നാലെ പോകുക. എന്നിട്ട് സ്വലാത്ത് കൃത്യമായി നിർവഹിക്കുക. എന്താ പറയാ, നിർത്താതെ ചെയ്യുന്നതിനാണ് സ്വലാത്ത് എന്ന് പറയാം. കാരണം ഇന്ന സ്വലാത്ത, നിശ്ചയം അസ്വലാത്ത്, ഖുർആൻ പറയുന്ന സ്വലാത്ത് തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഉമ്മൻചാണ്ടിക്കൊന്ന് കണ്ണുടിക്കണമെന്ന് തോന്നിയാൽ സത്യത്തിൽ നടക്കൂല. ആ ഒരു ചെറിയൊരു ഉദാഹരണം പറയും. എന്താ കാരണം? കള്ളൂർക്ക് മോഹമുണ്ടെങ്കിൽ നടക്കൂല. കാരണം അയാളുടെ ആ ഡ്യൂട്ടി നിർവഹണം കൃത്യമായി നിർവഹിച്ചുകൊണ്ട് അതിന് സമയം കാണൂല. ഒന്ന്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പറയുന്ന സ്വലാത്ത് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കേണ്ടുന്നത് പോലെ ബാധ്യതയാണ്. ആ സ്വലാത്ത് നിർവഹിക്കുമ്പോൾ എന്തൊക്കെ ത്യജിക്കേണ്ടി വരുന്നവരോ അത് ഇൻഷാള്ള വഴിയെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്കിതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ മാത്രം. ഇത് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ആത്മാർത്ഥതയുണ്ടെങ്കിൽ എന്തെല്ലാം നഷ്ടം വരും എന്നത് വിദൂരമല്ലാത്ത ഭാവിയിൽ നമുക്കറിയാം. തികഞ്ഞ വ്യക്തമായി നമുക്കറിയാം, സംശയം വേണ്ട. അതേസമയം നിലവിലുള്ള നമസ്കാരം കൊണ്ട് എന്താ കിട്ടിയ അത് നമുക്കൊക്കെ മനസ്സിലായതാണ് അല്ലേ? കുറെ വെള്ളം ചെലവാവും, കുറെ അവരുടെയൊക്കെ വേദന ആവും അല്ലേ? ചിലരുടെ വേദന തൽക്കാലം ഒന്ന് ക്ഷമിക്കും, കുറച്ച് വലിയാല് പൂരവേദനൊക്കെ ഉള്ള ആൾക്കാരെ. അതല്ലാതെ അള്ളാഹുവിന്റെ സുഖലോക സ്വർഗം കണി കാണണമെങ്കിൽ, അവൻ പറഞ്ഞ വിജയം പ്രാപിക്കണമെങ്കിൽ, അവൻ ഭീഷണ രൂപത്തിൽ നമ്മോട് പറഞ്ഞിട്ടുള്ള നരകഭാവികളിൽ പെടാതിരിക്കണമെങ്കിൽ ഖുർആൻ പറഞ്ഞ സ്വലാത്ത് ചെയ്തേ പറ്റും. അപ്പൊ സ്വലാത്ത് ചെയ്താൽ കൂലി കിട്ടുന്നതും ചെയ്യാതിരുന്നാൽ കൂലി നരകം കിട്ടാത്തതും അങ്ങനെയാണോ? സുന്നത്തിനെ നിർവചിക്കുമ്പോൾ അല്ല. ഖുർആനിക സ്വലാത്ത് ചെയ്തില്ലെങ്കിൽ തീരാ നരകം ഉറപ്പ്. ചെയ്താൽ മാത്രമേ വിജയം നമുക്ക് പ്രതീക്ഷിക്കാൻ വകുപ്പുള്ളൂ. ഇതാണ് സ്വലാത്ത്. അപ്പൊ അത്യന്താപേക്ഷിതം സുന്നത്തൊന്നുമല്ല, വാജിബും മക്തൂബൊന്നുമല്ല, ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പാടില്ലാത്ത ഒരു സംഗതിയാണ് സ്വലാത്ത്. ആ സ്വലാത്തിനുള്ള പ്രേരണ അള്ളാഹു നമുക്ക് നൽകുന്നുണ്ട്. അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത് നരകത്തിലിടാനല്ല. നമ്മളൊക്കെ വിജയിക്കലും നമ്മുടെ ലക്ഷ്യം കാണലുമാണ് അള്ളാഹുവിന്റെ ലക്ഷ്യം. ഖുർആൻ പരിഭാഷയിലൊക്കെ തുറന്നു നോക്കിയെന്താക്കാണ് അള്ളാഹു ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ കാലും കയറ്റിയിരിക്കുകയാണ്. എന്നിട്ട് പറയാണ് ഇന്നല്ലാഹു യഹ്ദീ മൻ യശാഉ, അള്ള ഉദ്ദേശിക്കുന്നവനെ നന്നാക്കും. അവിടെ പോയി പണിയൊക്കെ ഞാൻ പറയുള്ളൂ, ഞാൻ ആ പഠിച്ചോളൂ. അവൻ ഉദ്ദേശിക്കുന്നവനെ നന്നാക്കുകയാണെങ്കിൽ പിന്നെ അവൻ ഉദ്ദേശിക്കാതെ നന്നാൻ നമുക്ക് കഴിയുമോ? ഇല്ലല്ലോ. വല്ലാഹു യഹ്ദീ മൻ യശാഉ എന്നതിന് അള്ളാഹു ഉദ്ദേശിക്കുന്നവരല്ല, നന്നാകണമെന്ന് ഉദ്ദേശിക്കുന്നവർ അള്ളാഹു നന്നാക്കുന്ന.
ഞാൻ ഉദ്ദേശിക്കണം എനിക്ക് ലക്ഷ്യം ഉണ്ടാവണം, നന്നാവണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, തൃശ്ശൂരിലേക്കുള്ള വണ്ടി കയറിയിട്ട് പടച്ചോനെ കോഴിക്കോട് എത്തിക്കണമെന്ന് പറഞ്ഞാൽ എത്തിക്കൂല, എത്തൂല. അപ്പൊ തൃശ്ശൂരിലേക്ക് പോകണമെങ്കിൽ തൃശ്ശൂർക്കുള്ള വണ്ടി കയറിയിരിക്കണം. അത് നമ്മുടെ കർത്തവ്യമാണ്. എന്നിട്ട് പടച്ചോനോട് പറയാം. അതല്ലാതെ നാം ചെയ്യേണ്ടുന്ന മാർഗം എന്താണ്, നാം ചെയ്യേണ്ടുന്ന പ്രവർത്തനം എന്താണ്, സത്യത്തിലേക്ക് എന്ന ഗ്രന്ഥമേതോ മാർഗമേതോ പാതയേതോ അത് തേടി പിടിക്കുക. മനസ്സിലായി? അപ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ നന്നാക്കുന്നു, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ പ്രവർത്തിക്കുന്നു. കണ്ടോ? ഖുറാനിലുള്ളതാണ്, ഖുറാനിലല്ല നിലവിലുള്ള പരിഭാഷയിൽ. അള്ളാഹു യുദില്ലു മൻ യശാ. ഇങ്ങനെയാണെങ്കിൽ പടച്ചോൻ അവിടെ ഇരുന്ന് ഉദ്ദേശിക്കുകയാണെന്ന് വെച്ചോളൂ, നമ്മൾ പിഴക്കണം. പിന്നെ ഖിയാമത്തുള്ള 1-ാം തീയതി വരെ നമ്മൾ നന്നാവും ഇല്ല. നന്നാവണം അള്ളാഹുവോട് ഉദ്ദേശിച്ചാലോ നമ്മൾ ലോക കുർത്തകൾ ചെയ്താൽ നമ്മൾ പിഴക്കുമോ? ഇല്ല. അതിലല്ലോ അള്ളാഹ് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതേ നടക്കൂ. അപ്പൊ ഒരാള് കുറിച്ച് അള്ളാഹ് ഉദ്ദേശിച്ചു, അയാൾ നിൽക്കിരിക്കണ്, പറഞ്ഞ നിസ്കാരം, നോമ്പും ഹജ്ജും ആകെ ഭയങ്കര ബഹളം. പക്ഷെ ആ പടച്ചോൻ എന്താ ഉദ്ദേശിച്ചത്? അയാളെ വടക്കാക്കാനാണ്. എന്നാൽ ഇയാൾ എങ്ങനെ തലകുത്തി മണിയിടുന്ന കാര്യം? അതല്ല, നന്നാകണമെന്ന് ആര് ഉദ്ദേശിക്കുന്നുവോ അവരെ അള്ളാഹു നന്നാക്കും. അതല്ല, മോശമാകണം, ദുഷിക്കണമെന്ന് ആരുദ്ദേശിക്കുന്നുവോ അവർ സ്വയം ദുഷിക്കും. സ്വർഗത്തിലേക്ക് പിടിച്ചു വലിക്കുന്ന പരിപാടിയോ നരകത്തിലേക്ക് തള്ളിവിടുന്ന പരിപാടിയോ ഇത് രണ്ടും പടച്ചവനില്ല. വിജയത്തിന്റെയും പരാജയത്തിന്റെയും പരമ ഉത്തരവാദിത്വം മനുഷ്യനിൽ നിശ്ചിതമാണ്. അള്ളാഹുവിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവൻ ഈ വിഷയത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്വലാത്ത് നിങ്ങൾ നിർവഹിക്കൂ കൃത്യമായി. അള്ളാഹു പറഞ്ഞ സ്വലാത്ത്, ആ സ്വലാത്തിന് എന്ത് വേണമെന്നറിയോ? ഇപ്പറഞ്ഞ നിലവിലുള്ള സ്വലാത്ത് നിർവഹിക്കണമെങ്കിൽ മൗലവി മുമ്പ് പറയാറുണ്ടാകുന്ന ഒരു 5 പൈസന്റെ ചെലവില്ല, ഒരാൾക്കും ചെലവില്ല. അതേസമയം ഖുർആൻ പറഞ്ഞ സ്വലാത്ത് നിർവഹിക്കണമെങ്കിൽ ബുദ്ധിമുട്ടേണ്ടി വരും, മറ്റുള്ളവരുടെ പ്രയാസം കാണേണ്ടി വരും, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ അറിയേണ്ടി വരും. അവനവനിങ്ങനെ അമ്പലതുമ്പികൾ കെട്ടിയുണ്ടാക്കുകയല്ല. കിടന്നുറങ്ങാൻ വീടില്ലാത്തവരെ, വെള്ളം കുടിക്കാൻ പഴുതില്ലാത്തവരെ, സുഖമില്ലാതെ അസുഖം ബാധിച്ച് ശമനത്തിന് വേണ്ടി മാർഗങ്ങൾ തേടുന്നവനെ ഇവരൊക്കെ കാണേണ്ടി വരും. ഇതാണ് സ്വലാത്ത്. അപ്പൊ ഇത് ചെയ്തു തീർക്കുന്ന പരിപാടിയല്ല, പിന്നെ ചെയ്തു തീർക്കുന്ന പരിപാടിയാണെന്ന് വെച്ചാൽ മുഹമ്മദ് നബിയോടും അദ്ദേഹത്തിന്റെ കൂടെയുള്ള വിശ്വാസികളോടും ഈ ബാധിച്ച സ്വലാത്ത് ചെയ്തു തീർക്കാൻ പറഞ്ഞു. പക്ഷെ കുറുക്ക് കമ്പനികൾ എന്ത് ചെയ്തു? ചെയ്തു തീർക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ചൊല്ലി തീർക്കാൻ തുടങ്ങി. എന്നിട്ട് അതിന് മഹാപുണ്യവും. എന്താ പുണ്യം? നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുകയും. ഇന്നലെ മെട്രോപൊളിറ്റൻ ഹോസ്പിറ്റലിൽ എന്റെ പെങ്ങളേക്ക് ഞാൻ പോയി ഇന്നലെ. അതിന് തൊട്ട് മുമ്പിൽ ഒരു കച്ചവടക്കാരൻ. അപ്പോൾ വല്ലാത്ത ദാഹം, നല്ല ചൂടുണ്ട്. അപ്പോൾ ഒരു നാരങ്ങ സോഡ കുടിച്ചു. നാരങ്ങ സോഡ കുടിച്ചപ്പോൾ അയാൾ എൻ്റെ അടുത്ത് 8 രൂപ എടുത്തു. 8 രൂപ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് അനീതിയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ 8 രൂപ കൊടുത്തിട്ടില്ല. ഇന്നലെ മിനിയാണ് കോഴിക്കോടായിരുന്നു. ഞാൻ കോഴിക്കോട് ഞാൻ കുടിച്ചപ്പോഴും എനിക്ക് 6 രൂപ എടുത്തിട്ടുള്ളൂ. 7 ചില സ്ഥലങ്ങളിൽ എടുക്കാറില്ല, പക്ഷെ 8 ആദ്യമായിട്ടാണ്. 8 ഞാൻ തരൂലെന്ന് പറഞ്ഞു. നിങ്ങൾ എന്തിനാ കോഴിക്കോട് പോയി? ഞാൻ അവിടെ പെട്ടെന്ന് ഞാൻ കുത്തുബക്ക് പോയതാണ്. അപ്പൊ ഇയാൾക്ക് പിന്നെ അറിയണ്ടത് ഞാൻ ഏത് പള്ളിയിലാണ്. അതങ്ങനെ വിഭാഗം, ഞാനൊരു പള്ളി, ഏത് പള്ളിയാണെന്ന് വെച്ചു. അവന്റെ ഈ കോലം കണ്ടുനോക്കുമ്പോൾ ഏതായാലും സുന്നിപ്പള്ളി അല്ലാന്ന് വിളിക്കാറില്ല. അത് വിഭാഗമുള്ള എല്ലാവരും ഉണ്ടായില്ല, എല്ലാ ആൾക്കാരും ഉണ്ടായില്ല. എന്നാലും വിഭാഗമുള്ള പള്ളി റസൂലിന്റെ കാലത്ത് വിഭാഗം റസൂൽ എന്നാണ് അപ്പ ചെല്ലണം സ്വലാത്ത്. റസൂൽ എന്ന് പറഞ്ഞപ്പോഴേ അപ്പ ചെല്ലണം സ്വലാത്ത്. ഞാൻ പറഞ്ഞു, ഈ സ്വലാത്ത് ഇങ്ങനെ ചെല്ലിക്കൊണ്ടിരുന്നോണ്ടാണ് നിങ്ങൾ 8 രൂപ വാങ്ങി എന്നെ പഠിച്ചത്. നിങ്ങൾ ഈ സ്വലാത്ത് ചെല്ലാനേ നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ അത് ഇതിലും വലിയ സ്വലാത്ത് ചെയ്യാൻ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലിന്റെ പേര് കേൾക്കുമ്പോഴേക്ക് സ്വലാത്ത് ചൊല്ലലല്ല, ഇതൊന്നും ഇസ്ലാമിലുള്ളതല്ല. നിങ്ങളിപ്പോ ചെയ്ത് 8 രൂപ വാങ്ങാന്നുള്ള സ്വലാത്ത് ഭയങ്കര തെമ്മാടിത്തരാണ് എന്നൊക്കെ പറഞ്ഞു. ഇയാൾ 1 രൂപ അടക്കി തന്നു. കൊള്ളലാഭം എടുക്കാന്നൊക്കെ 1 രൂപ മടക്കി തന്നു ഉള്ളത് പറയണത്. പക്ഷെ സ്വലാത്ത് ഇവിടെ പേര് കേൾക്കുമ്പോഴേക്ക് അപ്പ സ്വലാത്തുകളാണ്. ഏതാ കൗമെന്ന് മനസ്സിലായില്ല, മുജാഹിദാണ് ജമാഅത്തെ സുന്നിയാണെന്ന് അറിയില്ല. അപ്പൊ ആളുകൾ നബിയോട് പറഞ്ഞ സ്വലാത്ത് എന്താണ്?
അള്ളാഹു നമുക്ക് ചെയ്യുന്ന സ്വലാത്ത് എന്താ? ലിയുഖ്രിജക്കും മിനൽ ദുലുമാത്തിൽ നൂർ. അഹ്സാബ് എടുത്ത് നോക്കൂ നിങ്ങൾ. നിങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ അള്ളാഹു നമ്മുടെ മേൽ സ്വലാത്ത് ചെയ്യുന്നു. അപ്പൊ മനുഷ്യൻ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എത്തുക എന്നതാണ് അവൻ ചെയ്യേണ്ടുന്ന സ്വലാത്ത്. ഇത് നിസ്കരിക്കണ എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കുമ്പോ ഒരു തിരി നമ്മളതിന്റെ പൾസ് മനസ്സിലാക്കിക്കൊണ്ട് ഇടങ്ങറുണ്ടാവും. പക്ഷെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ജാതിയോട്, അത് സുന്നിയോ മുജാഹിദോ ജമാഅത്തോ ആരായിക്കോട്ടെ, അവരുടെ മുമ്പിൽ ചെന്നിട്ട് നിസ്കരിക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. അതേ സമയത്ത് ഒരു നല്ലൊരു പ്രവർത്തനത്തിന് വേണ്ടി കുറച്ച് പൈസ നിങ്ങൾ സഹായിക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് അപ്പറ്റാത്ത കടങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ കുറച്ച് നേരത്തെ പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പൊ വേറെ പൈസ ഉണ്ടായിരുന്നു, ഇനിയിപ്പോ അടുത്തൊന്നും കിട്ടില്ല, കാരണം കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഖുർആൻ പറയുന്ന സ്വലാത്ത് ചെയ്തു തീർക്കണമെങ്കിൽ കുറച്ച് പ്രയാസമുണ്ട്. നിലവിലുള്ള നമസ്കാരം ചൊല്ലി തീർക്കണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പൊ അതുകൊണ്ട് വളരെ കൃത്യമായി നാം ഇതിന്റെ പൾസ് മനസ്സിലാക്കണം. അപ്പൊ ദൈവത്തിന്റെ ആദർശങ്ങൾ അഥവാ വഹിയുകൾ പിന്തുടരുകയും ആ വഹിയുടെ അടിസ്ഥാനത്തിൽ സ്വലാത്ത് കൃത്യമായി നിർവഹിക്കുകയും ചെയ്യുക. കാരണം അങ്ങനെ നിങ്ങൾ ചെയ്താൽ തിന്മകളിൽ നിന്ന് സ്വയം മോചിതരാകുകയും നന്മയിലേക്ക് നിങ്ങൾ അടുക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരു മൂലയാണ്, ഒരു ചെറിയൊരു മൂലയാണ്. ഇങ്ങനെ നോക്കൂ നിങ്ങൾ, ആചാരങ്ങളിൽ തളച്ചിടപ്പെട്ട ഈ സുന്ദര പ്രസ്ഥാനത്തെ തച്ചുടച്ച് ആചാരങ്ങളിൽ തളച്ചിടപ്പെട്ട ഈ ഇന്നത്തെ നിലവിലുള്ള ഇസ്ലാമിനെ, നിലവിലുള്ള പ്രാകൃത പാരമ്പര്യ മതത്തെ ചുട്ടരിച്ച് വലിച്ചെറിഞ്ഞ് ഖുർആൻ പറഞ്ഞ അന്യൂനമായ ആ ഇസ്ലാമിലേക്ക് വരാൻ നമുക്ക് കഴിയണം. അതിനെ ഖുർആനിനെ പിന്തുടരുകയല്ലാതെ അതിന്റെ യഥാർത്ഥ അർത്ഥത്തിലേക്കും സത്തയിലേക്കും അടുത്തു പോകുകയല്ലാതെ മറ്റു മാർഗമില്ല എന്ന് ഞാൻ വളരെ വിനയപുരസ്സരം, വളരെ സ്നേഹപൂർവം ഞാൻ അറിയിക്കുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും കാരുണ്യവും നാം എല്ലാവരിലും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. അള്ളാഹു നമ്മേവരിലും അവന്റെ അനുഗ്രഹം ചൊല്ലുമാറാകട്ടെ. സലാം.